യെർഗൻ ക്ലോപ്പ് ലിവർപൂൾ വിടുകയാണെന്നുള്ള അനൗൺസ്മെന്റ് വന്നു. ഇത് കുറച്ച് മുമ്പേ വന്നതാണ്, നമ്മൾ ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയെന്നേ ഉള്ളൂ. സോ വാട്ട്സ് യുവർ ടേക്ക് ഓൺ ദിസ് ആൻഡ് ഹു വിൽ ബി ദ നെക്സ്റ്റ് ലിവർപൂൾ മാനേജർ? സായറെ ഒരു മിനിറ്റ്. എടാ ബാഡ്ജ് നോട്ട് ദ മാനേജർ. സോ അങ്ങനെയാണെങ്കിൽ ഞാൻ തന്നെ ആദ്യം പറയാം. അപ്പുറം പോയിട്ട് കരയലായിരുന്നു. എടാ സങ്കടം, ഇതിപ്പോ സംഭവം അനൗൺസ് ചെയ്തിട്ട് 2-3 ആഴ്ച ആയില്ലേ, പക്ഷെ അതൊക്കെ സങ്കടമൊക്കെ മാറി തുടങ്ങി. ബട്ട് സങ്കടം ഉണ്ടാകുന്ന കാര്യം എന്താ വെച്ചാൽ ഞാനൊരു റീസെന്റ് ഫുട്ബോൾ ഫാനാണ്, അങ്ങനെ വേണമെങ്കിൽ പറയാം. കാരണം ഞാൻ കുറെ കാലം കട്ട ക്രിക്കറ്റ് ഫാനായിട്ട് പിന്നെ എൻ്റെ ലൈഫിൽ ഒരു പോയിന്റിൽ ഞാൻ ഫുട്ബോൾ ഫാനായി മാറിയതാണ്. ആ ഫുട്ബോൾ ഫാനായി മാറാൻ ഈ യെർഗൻ ക്ലോപ്പ് എന്നുള്ളൊരു വ്യക്തി വഹിച്ച പങ്ക് ചെറുതൊന്നുമല്ല. കാരണം ഞാനിങ്ങനെ ഒരു പോയിന്റിൽ ഇങ്ങനെ ഒരു കോളേജിലൊക്കെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് പലർക്കും കഥ അറിഞ്ഞിട്ടുണ്ടാവാം, ഒരു ലോയിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ഫുട്ബോളിലേക്ക് കയറി വരുന്നത്. അതെ, ഓർത്താൽ മാത്രം മതി, എടുത്ത് പറയണ്ട നീ ഇവിടെ. ആ ലോയിലിരിക്കുന്ന സമയത്ത് അന്ന് ഏറ്റവും കൂടുതൽ എന്റർടൈനിങ് ഫുട്ബോൾ കളിച്ച് നമ്മളെ ക്യാപ്റ്റിവേറ്റ് ചെയ്ത ഒരാളാണ് ലിവർപൂൾ ടീമും അതുപോലെ തന്നെ അതിന്റെ മാനേജറും യെർഗൻ ക്ലോപ്പ്. പുള്ളിയുടെ ആ ഹെവി മെറ്റൽ ഫുട്ബോൾ സ്റ്റൈൽ കണ്ടിട്ടാണ് ഞാനൊരു ലിവർപൂൾ ഫാൻ ആയത്. ലിവർപൂളിനെ പറ്റി പഠിച്ചത്, ലിവർപൂളിന്റെ ഹിസ്റ്ററി പഠിച്ചത്, അങ്ങനെ പിന്നെ ആ ക്ലബിനോടൊരു പ്രണയമായി മാറിയത് അങ്ങനെയാണ്. സോ അതിന് ഞാൻ ഒരു ഫുട്ബോൾ ഫാൻ ആവാൻ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് യെർഗൻ ക്ലോപ്പ്. അതുകൊണ്ട് യെർഗൻ ക്ലോപ്പിനെ പറ്റി പറയുമ്പോൾ എനിക്ക് 100 നാവാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ആ റീലിലും പറഞ്ഞിട്ടുണ്ടല്ലോ അതുപോലെ. സോ അങ്ങനെ ഒരു മാനേജർ ഒബ്വിയസ്ലി ലിവർപൂളിന്റെ പോവാന്ന് പറയുമ്പോൾ നമുക്ക് എന്താ വിഷമം കാണത്തില്ലേ ടിൻഡോ? ഛാവി ബാർസ വിട്ടു എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു വിഷമം ഉണ്ടല്ലേ, അതുപോലൊക്കെ എനിക്കൊരു വിഷമം ഉണ്ടായി, അത്രേ ഉള്ളൂ. ഓ പിന്നെ നിന്നോട് ബാർസലോണ പറ്റിട്ട് എന്താ പറഞ്ഞിട്ട് എന്താ കാര്യം? ഛാവി പോണതിന് മുമ്പ് ബാർസലോണ വിട്ടതായി. അപ്പൊ ആ ഒരു ഇതിൽ നോക്കുമ്പോ ഒബ്വിയസ്ലി എനിക്കെന്നല്ല ഏതൊരു ലിവർപൂൾ ഫാൻസിനും വിഷമമുണ്ടാവും. പിന്നെ പുള്ളിയുടെ പോർട്ട്ഫോളിയോ എടുത്ത് നോക്കി കഴിഞ്ഞാലും ഇത്രയും വർഷത്തിനിടയിൽ അടിക്കാൻ പറ്റാവുന്ന എല്ലാ കപ്പുകളും അടിച്ചു. മാൻ സിറ്റി പോലെ ഹെവിലി എന്താ പറയാ സ്റ്റേറ്റ് ഫണ്ടഡ് ആയിട്ടുള്ള ഒരു 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 ഫുട്ബോൾ ടീമിനെതിരെ നെക്ക് ടു നെക്ക് കോമ്പറ്റീഷൻ കൊടുക്കാൻ പറ്റി. 2-3 തവണ 1 പോയിന്റ് 2 പോയിന്റിനൊക്കെ ടൈറ്റിൽ മിസ്സായി. അങ്ങനെ ഒരു കോമ്പറ്റീഷൻ കൊടുക്കണമെങ്കിൽ അത് ഐ തിങ്ക് യെർഗൻ ക്ലോപ്പിന് തന്നെ പറ്റുള്ളൂ എന്ന് തോന്നുന്നു. അതുകൊണ്ട് ഇറ്റ്സ് ഗോണ ബി എ ബിഗ് ലോസ്. വാട്ട് ആർ യു ഗൈസ് ടേക്ക് ഓൺ ദിസ്? എടാ ലിവർപൂൾ അത് ക്ലോപ്പിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ പുള്ളിക്ക് ഇപ്പോൾ ഒരു ട്രാൻസിഷൻ ഫേസിൽ അത്യാവശ്യം കൊള്ളാവുന്ന ഒരു സ്ഥലത്താണ് ലിവർപൂളിനാക്കി വെച്ചേക്കുന്നത്. ലൈക്ക് ഇൻ ടേംസ് ഓഫ് ഏജ് നോക്കുവാണെങ്കിലും പ്ലേയേഴ്സിന്റെ ഓവറോൾ നോക്കുകയാണെങ്കിലും കുറച്ചുകൂടിയും യങ്ങർ ലിവർപൂൾ സ്ക്വാഡാണ് നമുക്ക് കാണാനുള്ളത്. പക്ഷെ അതിൽ വളരെ ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള കുറച്ച് പ്ലേയേഴ്സ് ഉണ്ട്, സല, വാൻഡെക്ക് പോലുള്ളവർ. അവര് പോകുമ്പോൾ അതൊരു നഷ്ടം തന്നെ ആയിരിക്കും. പക്ഷെ നമ്മളിപ്പോൾ സ്ക്വാഡ് നോക്കി കഴിഞ്ഞാൽ ക്വാൻസ, കൊനാട്ടെ, അതുപോലെ തന്നെ ആ സൈഡിൽ കളിക്കാൻ പറ്റുന്ന ഗാപ്പോ, ന്യൂനസ് ഇവന്തോ കുറച്ച് പ്രശ്നത്തിലാണെങ്കിലും പക്ഷെ ന്യൂനസിന്റെ വർക്ക് റേറ്റ് ഒക്കെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം. അപ്പം അങ്ങനെയുള്ള കുറേ സാധനങ്ങളെ പുള്ളി സെറ്റ് ചെയ്തിട്ടാണ് ഓൾറെഡി പോകുന്നത്. അതുകൊണ്ട് വലിയ പ്രശ്നമില്ലാതെ നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റും തോന്നുന്നു. എസ്പെഷ്യലി അടുത്ത വരുന്ന മാനേജറിനെ അനുസരിച്ചിരിക്കും. സോ അതാണ് അതിനെ പറ്റി പറയാനുള്ളത്. ഗുലാനെ നീ എന്തെങ്കിലും പറയുന്നുണ്ടോ? നീ കുറെ നേരമായിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. എനിക്ക് അങ്ങനെ ഇതില് പ്രത്യേകിച്ച് പറയാൻ മാത്രമൊന്നുമില്ല. എന്ത് പറയാനാ, ഇനി അടുത്ത മാനേജർ വരുന്ന പോലെ ഇരിക്കും. കാരണം ലിവർപൂള് ക്ലോപ്പ് വന്ന ടൈമുള്ള ഇതും അതിന് മുമ്പുള്ള ലിവർപൂളൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. നല്ല മൂഞ്ചി കുത്തിയിരിക്കണ ടീമായിരുന്നു. അതിന്നാണ് ഈ ഒരു ലെവലിലേക്ക് കൊണ്ടുവന്നത്. ലൈക്ക് നമ്മൾ ചിന്തിക്കാണ്ടാണ് അവർക്കൊരു റീബോൺ പോലെ ഒരു സംഭവം അവർക്കുണ്ടായത്. അതിന് ക്ലോപ്പിനോട് തന്നെ ഒരു 80 അല്ലെങ്കിൽ 90% ക്രെഡിറ്റും അത് ക്ലോപ്പിന് തന്നെയാണ്, അതൊരു സംശയമില്ല. ബട്ട് ഇനിയിപ്പോ പോകുമ്പോ എനിക്ക് തോന്നുന്നത്, എൻ്റെ ഡൗട്ട് ഈ പറഞ്ഞ പോലെ ടിൻഡു വെച്ച പോലെ സല പോയാലും വാൻഡേക്ക് പോയാലും പിന്നെ അവരുടെ മെയിൻ കുറച്ച് കീ പ്ലേയേഴ്സ് ലൈക്ക് വെറുതെ ഒന്ന് ഫാബീനിയോ പോയപ്പോൾ തന്നെ നമ്മൾ കണ്ടു ഒരു ഡിഫറൻസ് അല്ലേ. ഫാബീനിയോ ഫോം ഔട്ടായി വന്ന് ഡൗൺ ആയി പോയ സമയത്ത് തന്നെ പിന്നെ വാൻഡേക്കിന് ഇഞ്ചുറി ആയ ടൈമിൽ തന്നെ നമ്മളെ എങ്ങനെ ലിവർപൂൾ ടീമിനെ ഇമ്പാക്ട് ചെയ്തു കണ്ടു. അപ്പോൾ ഇതേപോലത്തെ കീ പ്ലേയേഴ്സ് പോയാൽ പിടിച്ചു നിൽക്കാൻ പറ്റുമോ, പുതിയ മാനേജർക്ക് അത് നിർത്താൻ പറ്റുമോ എന്നുള്ളതാണ് ഒരു ഇത്. അപ്പോൾ അറിയില്ല ഏതൊക്കെ മാനേജേഴ്സാണ് നിങ്ങളുടെ ലിസ്റ്റിലുള്ളത്. ഞാൻ ചാബി അലോൺസോന്റെ കേട്ടു, ബട്ട്
ഒബ്വിയസ്ലി ദർ വിൽ ബി അതർ ടാർഗറ്റ്സ് അല്ലേ? ആരൊക്കെയാ സോ പറയുന്നത്? മെയിൻലി കേട്ടുവരുന്ന പേര് ഡിസർബിയാണ് ബ്രൈറ്റണിലെ. അതിന് ഒബ്വിയസ്ലി ഫസ്റ്റ് പ്രയോറിറ്റി ഷാബി അലോൺസോ ആണ് എല്ലാവരും പറയണത്. ഷാബി അലോൺസോ. പിന്നെ കുറച്ച് റാൻഡം നെയിംസും കേൾക്കാനുണ്ട്. ഹൊസേ മൊറീനിയോ എന്നൊക്കെ പറഞ്ഞിട്ട്. ഐ ഡോണ്ട് നോ. മൊറീനോ മണവാളൻ എന്തോ വരുവോ? പറയാൻ വന്നായിരുന്നു ലിവർപൂളിലൊക്കെ അതിന്റെ ഇടയ്ക്ക്. വരുവോ? ഇപ്പൊ നീ എന്താ ആ പറഞ്ഞിരുന്നു? മണവാളൻ എന്തോ പറയാൻ വന്നായിരുന്നു. ആ ക്ലോപ്പ് നമ്മൾ കണ്ടതാണ് ഈ ടീമിന് കൊടുത്ത കോൺട്രിബ്യൂഷൻ. അത് സമ്മതിക്കുക തന്നെ വേണം. കാരണം ഇനിയിപ്പോ വരാൻ പോണ മാനേജർക്ക് അതൊരു ഫില്ല് ചെയ്യാൻ ഭയങ്കര വലിയൊരു വേർഡാണ് ഫില്ല് ചെയ്യാൻ ഉള്ളത്. സോ എനിക്ക് തോന്നുന്നു ഷാബി അലോൺസോ ആയിരിക്കും ബെസ്റ്റ്, എന്താ പറയാ, ബെസ്റ്റ് പ്രിഫറൻസ് വേണ്ടത് അവർ ടാർഗറ്റ് ചെയ്യുമ്പോൾ. കാരണം അവർക്ക് ആ ഒരു പ്ലെയർ എന്നുള്ള രീതിയിലും മാനേജറായിട്ട് തിരിച്ചു വരുമ്പോ ആ ഒരു റെസ്പെക്ട് ആൻഡ് സ്പേസ് അവിടെ കൊടുക്കാൻ കിട്ടും. പിന്നെ ബട്ട് ക്ലോപ്പിന്റെ എന്താ വെച്ചാല് ആള് തുടങ്ങിയപ്പോ തൊട്ടേ ഉണ്ടാക്കിയെടുത്ത റെസ്പെക്റ്റ് ആണ്. കളിച്ച് ഇതാക്കി ആ ഒരു ഇത്രയും വർഷത്തിന് ശേഷം കപ്പെടുത്ത് ഒരു ഫാൻസ് ഉണ്ടാക്കി ഫാൻ ബേസ് ഉണ്ടാക്കിയതാണ്. അപ്പൊ അവിടെ ഇപ്പൊ ഒരു ഫില്ല് ചെയ്യണമെങ്കിൽ അത്രയും ഇമ്പാക്ട് കൊടുക്കുന്ന ഒരു ആളെന്നാണ് അടുത്ത് മാനേജർ പറഞ്ഞത്. സോ പിന്നെ സോ ഒരു സെർബിയൊക്കെ ഷാബി അലോൺസോ പെർഫെക്റ്റ് മാച്ച് ആണ് അതില് അല്ലേ? മണവാളം പറയണേ. നിയർ ടു പെർഫെക്റ്റ്. ഇപ്പൊ ഉള്ളതിലെ ഏറ്റവും ഓപ്ഷനിലെ ബെസ്റ്റ് ഓപ്ഷൻ ആണ്. പക്ഷെ അലോൺസോ വരുമ്പോ കംപ്ലീറ്റ്ലി അലോൺസോന്റെ ടീം ഇപ്പോഴത്തെ ചിലപ്പം ഫോമും റീബിൽഡ് ആവാൻ ചാൻസ് ഇല്ലേ? ഐ മീൻ അവൻ ചങ്ങായിന്റെ പ്ലേ സ്റ്റൈലിൽ വ്യത്യാസമല്ലേ ക്ലോപ്പിന്റെ? ഇല്ലടാ, കുറച്ച് നീ അതാണ് ശ്രദ്ധിച്ചാ മനസ്സിലാവില്ല. അലോൺസോ കളിക്കുന്നതും ഹെവിലി ഫുൾ ബാക്ക് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ഗെയിം തന്നെയാണ് കളിക്കുന്നത്. ഈ അതാണ് ഞാൻ പറഞ്ഞത്. ഇതില് ഐ മീൻ ലെവർകൂസന്റെ സെറ്റപ്പിൽ. ബോക്സിലേക്ക് കേറുന്നുണ്ടല്ലോ അവര് കുറച്ചുകൂടി. അതായത് ഓവർലാപ്പിംഗ് ഫുൾ ബാക്സ് എന്നുള്ള ടാക്ടിക്സ് തന്നെയാണ് പുള്ളിയുടെ മെയിൻ അതിൽ ഇത് വരുന്നത്. അവരുടെ കോൺട്രിബ്യൂഷൻ കണ്ട് മറ്റേ ഫ്രിങ് പോങ് പോലുള്ള പ്ലേയേഴ്സിനെ കണ്ടാൽ മനസ്സിലാവും. സോ അതുകൊണ്ട് ലൈക് അലക്സാണ്ടർ അർണോൾഡ്, ആൻഡി റോബർട്ട്സൺ അവർക്കൊക്കെ ത്രൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ തന്നെ ആയിരിക്കും ഷാബി കൊണ്ടുവരിക. അതിന്റെ കൂടെ ഫ്ലോറൻ വിർട്സിനെയും കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഡബിൾ ബോണസ്. റേഷൻ കട മറന്ന് വേണ്ടെണ്ണ വാങ്ങിക്കണം. ഇപ്പോഴതൊക്കെ തന്നെ ആഗ്രഹങ്ങൾ പലവിധം. എടാ ഒരു മിനിറ്റ്. എടാ നിങ്ങളൊന്ന് കണ്ടിന്യൂ ഇപ്പൊ വരാ. നിങ്ങൾക്ക് ക്ലോപ്പ് ഇനി അടുത്തത് എവിടെ പോകുന്ന തോന്നുന്നു? ക്ലോപ്പ് എന്തായാലും ഇക്കൊല്ലം കളിക്കില്ലല്ലോ. ജർമ്മൻ നാഷണൽ ടീമിലേക്ക് പോകും. ജർമ്മൻ നാഷണൽ ചാൻസ് ടീമിൽ ഉണ്ടോ? മിക്കവാറും എന്തായാലും ചാൻസ് കയറാൻ ഇല്ലെന്നല്ലേ ചാൻസ് ഉണ്ട്. പറഞ്ഞത്? മറ്റവൻ ക്ലോപ്പന്നെ പോവല്ലേ? പറഞ്ഞല്ലോ ഈ കൊല്ലം എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ലാന്ന്. ആണോ? ഏതിലേക്ക്? ആ. പ്രീമിയർ ലീഗിലേക്ക് എന്തായാലും ഇല്ലല്ലോ ഇനി. അത് മറ്റേ പറഞ്ഞല്ലോ. ജർമ്മൻ കോച്ച് വിടല്ലേ, നെഗൽസ്മാൻ ടീം ഒഴിയാന്ന് തോന്നുന്നു. മറ്റേ ഇയാളിങ്ങനെ പറഞ്ഞോന്ന് എനിക്കറിയില്ല കേട്ടാ. ഈ കൊല്ലം ഉണ്ടാവില്ല എന്നല്ലേ പറഞ്ഞ? ഇക്കൊല്ലം എന്തായാലും ഫ്രീ ആയിരിക്കും, ഒന്നും ചെയ്യില്ല. അൾട്ടിമേറ്റ്ലി പിന്നെ ഇനി ഒരു ആളെന്തായാലും പ്രീമിയർ ലീഗ് നാഷണൽ ക്ലബിലേക്കും ടീം. ഇല്ലാന്നും പറഞ്ഞു. പിന്നെ ഇനി ചാൻസ് ഉണ്ടെങ്കിൽ പിന്നെ നാഷണൽ ടീം. എടാ ഒരു വട്ടം ലിവർപൂളിനെ കോച്ച് ചെയ്താ പിന്നെ ഏതെങ്കിലും ആള് ചെയ്യൂടാ. അത് ചെയ്യോ? റാഫ ബെനിറ്റസ് ചെയ്തോ? കള്ളപ്പന്നി. അത്ര പേര് ദോഷമാണോ? പിന്നെ ഇനി എവിടെ പോവാ? ഇനി എന്ത് സീരിയൽ പോവോ അല്ലെ ലാലിഗയിൽ പോവോ? എടാ ഇനി അല്ല, നിനക്ക് പുള്ളിക്ക് ആര് മാനേജ് വരണമെന്നാണ് ചെയ്യാൻ ഒരുപാട്. ആഗ്രഹം? ഒന്നാമത് ഫയർ. എപ്പോഴും ബെസ്റ്റ് ചോയ്സ് എന്താണെങ്കിലും ജർമ്മനി ആയിരിക്കും. യർഗൻ ക്ലോപ്പിന്റെ അതന്നെ ഞാൻ ചോയ്സ് പറഞ്ഞത്. ബെസ്റ്റ് ജർമ്മൻ ചോയ്സ് ടീമായിരിക്കും. ജർമ്മനി ആയിരിക്കും. അല്ലെങ്കിൽ പിന്നെ സീരിയയില് നാപ്പോളി ഒക്കെ പുള്ളിക്ക് പറ്റിയ ടീമാണ് മാനേജ് ചെയ്യാൻ. ഷാബി അലോൺസോ ആണ് എന്റെ ചോയ്സ് ഉണ്ടാവുക, മെയിൻ ചോയ്സ്. ബട്ട് എനിക്കൊരു പ്രശ്നം ഷാബിയിൽ തോന്നുന്നത്, ഷാബിക്ക് Experience. അത്ര ലിവർപൂൾ പോലുള്ള ഒരു ക്ലബിനെ മാനേജ് ചെയ്യാനുള്ള പോർട്ട്ഫോളിയോ റെഡി ആയിട്ടുണ്ടോ എന്ന് എനിക്ക് ഒരു സംശയമുണ്ട്. ഒരു അല്ല okay, ഞാൻ ഒരു കാര്യം ബയൺ പോലുള്ള ഒരു ടീമിനായിട്ട് പാറ്റേൺ ആലോചിച്ച് നോക്ക് നീ. ഞാനും അല്ല. പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് ആക്ച്വലി ലിവർപൂളിന്റെ ഒരു ഡൗൺഫോൾ വരണം, എന്നിട്ട് അലോൺസ് വരുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ എന്ന് തോന്നുന്നു. എന്നാൽ ആ ഒരു എഫക്ട് മനസ്സിലാവാൻ പറ്റും. അല്ലെങ്കിൽ തന്നെ ഭയങ്കര പ്രഷർ ആയിരിക്കില്ലേ ഈ ഒരു സ്റ്റേജിൽ തന്നെ വരുമ്പോൾ. ക്ലോപ്പ് ഇങ്ങനെ ആക്കിയിട്ട് പോകുമ്പോൾ വന്നിട്ട് പിന്നെ അഥവാ ലിവർപൂൾ അലമ്പായി കഴിഞ്ഞാൽ മറ്റേതായിരിക്കില്ല pressure പ്രഷർ. ഉണ്ടാവില്ല. ഡൗൺഫോൾ വന്നിട്ടായിരിക്കില്ലേ വീണ്ടും പ്രഷർ. ഡൗൺഫോൾ വന്നിട്ട് പിന്നെ എന്ത് കാട്ടിക്കഴിഞ്ഞാലും പൊളിഞ്ഞെന്ന് പിന്നെ താഴെ പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഇത്രയും ഹൈന്ന് പൊളിഞ്ഞു പോകുമ്പോഴല്ലേ സീന്. അപ്പൊ നീ പറയണ ഇനി വേറെ ആരെങ്കിലും വന്നിട്ട് അത് കഴിഞ്ഞിട്ട് സാബിറസ് വരണമെന്നാ? ഒരു ഇന്റർമീഡിയറ്റ് ഒരു മാനേജർ ആരെങ്കിലും വന്ന് ലിവർപൂൾ കുറച്ച് അലമ്പായി, ഒരു കൊല്ലം 2 കൊല്ലം അലമ്പായി, എന്നിട്ട് പിന്നെ അലോൺസോ നീ പറഞ്ഞതിന്റെ ലോജിക്കില്ല. കാരണം എന്താണെന്നറിയോ? ഒരു സീസൺ തീരണേന് 4 മാസം മുമ്പ് തന്നെ യർഗൻ ക്ലോപ്പ് ഡിസൈഡ് ചെയ്തിരിക്കണം ക്വിറ്റ് ചെയ്യാൻ പോകണമെന്ന്.
അപ്പൊ അതിന്റെ ഇടയിൽ ഇതൊരു പെട്ടെന്ന് എടുക്കേണ്ട വിഷയമല്ല. അപ്പൊ ബോർഡിന് ഇനഫ് ടൈം ഉണ്ട് ഒരു നല്ലൊരു റീപ്ലേസ്മെന്റ് കണ്ടുപിടിക്കാൻ വേണ്ടിട്ട്. അപ്പൊ അതിന്റെ ഇടയിൽ ഇന്റർമീഡിയറ്റ് ആയിട്ട് ഒരാളെ കൊണ്ടുവരേണ്ട കാര്യമില്ല. മനസ്സിലായോ? അല്ല, ഞാൻ പറഞ്ഞ അലോൺസോനെ പോലെ ഇപ്പം ലെവർകൂസനൊക്കെ അത്ര ഇതില് കത്തി നിൽക്കുന്ന അലോൺസോന്റെ പേര് ഇത്ര ഇതിൽ അപ്പൊ ഭയങ്കര ഹൈപ്പ് ആയിരിക്കുമല്ലോ വരുമ്പോ. ഓ ലിവർപൂൾ ഇനിയും നല്ല അടിപൊളിയായിട്ട് കൊണ്ടുവരും, ആ ഒരു പ്രഷർ ഉണ്ടാവുമല്ലോ. അതാ ഞാൻ പറഞ്ഞത്. ഈ പോരാതെ ചാബി ഇംഗ്ലീഷ് അലോൺസോനെ ഫുട്ബോൾ എന്തിനാ ഇത്ര പൊക്കി പൊക്കി പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ആകെ അതാണ് എനിക്കൊരു സമയത്തൊരു ഡൗട്ട്. ആശയിൽ എന്തെങ്കിലുമൊക്കെ കപ്പൊക്കെ അടിക്കട്ടെ. ക്ലോപ്പ് ഡോട്ട്മണ്ടിൽ എന്താ കാണിച്ച് എന്നിട്ടാ വന്ന്. ഡോട്ട്മണ്ട് എമ്മാരി ടീമായിരുന്നു എന്നറിയോ 2011-12 ഒക്കെ. ലൈക്ക് അത്രയും അച്ചീവ് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. സോ ഐ ഡോണ്ട് തിങ്ക് അങ്ങനെ ഒരു ഡിസിഷൻ ലിവർപൂൾ എടുക്കുന്നത്. റിസ്ക് ഒന്നും എടുക്കില്ല. ഇപ്പൊ ചാബിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവര് ബാക്കിയെല്ലാം പ്ലാൻ ഒന്നും ചെയ്യില്ല, അത് ഉറപ്പാ. ഇത് എനിക്ക് എന്തിനോട് അറിയോ സിമിലർ ആയിട്ട് തോന്നുന്നത്, സ്കോട്ടിഷ് ലീഗിൽ പോയിട്ട് സ്റ്റീവൻ ജെറാർഡ് കാലം കുറെ ആയിട്ട് കപ്പടിക്കാത്ത റേഞ്ചേഴ്സിനെ പിടിച്ച് കപ്പടിച്ച്. റേഞ്ചേഴ്സ് തന്നെയാന്ന് തോന്നുന്നു, സെൽറ്റിക് അല്ല റേഞ്ചേഴ്സ് തന്നെ അല്ലേ? റേഞ്ചേഴ്സിനെ പിടിച്ച് കപ്പടിപ്പിച്ച് സ്റ്റീവൻ ജെറാർഡ്. പുള്ളിനെ ആസ്റ്റൺ വില്ല മേടിച്ചിട്ട് പിന്നെ എന്തായി നമ്മൾ അറിഞ്ഞാണ്. മനസ്സിലായില്ലേ? സോ മൂഞ്ചി. അപ്പൊ അങ്ങനെ അതാണ് എനിക്ക് ഷാവി അലോൺസോ എന്ന് കേൾക്കുമ്പോൾ പേടി. ഷാവി അലോൺസോ ആദ്യം മാനേജ് ചെയ്ത ക്ലബില് അത്ര നല്ല റിസൾട്ട് അല്ല, പക്ഷെ ബയർ ലെവർകൂസനിൽ എല്ലാം ക്ലിക്ക് ആവുന്നുണ്ട്. ഹോപ്പ്ഫുള്ളി it works out for him and works out for Bayer Leverkusen as well. But my second preference-നോടാണ് എനിക്കിപ്പോൾ കൂടുതൽ പ്രിഫറൻസ് ഉണ്ട്. കാരണം റോബർട്ടോ ഡിസെർബി ഒരു നല്ല റീപ്ലേസ്മെന്റ് ആവുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ശരിയാണ്. ഓൾറെഡി ഈ റോബർട്ടോ ഡിസെർബി എന്താണ് കാണിച്ചിരിക്കുന്നത്? ബ്രൈറ്റൺ പോലുള്ളൊരു ടീമിനെ എന്റർടൈനിങ് ഫുട്ബോൾ, ബ്രൈറ്റൺ പോലുള്ളൊരു ടീമിനെ ഞാൻ പറഞ്ഞതെന്താ വെച്ചാല് ബ്രൈറ്റൺ പോലുള്ള ടീമിന് ഒരു എന്റർടൈനിങ് ഫുട്ബോൾ കളിച്ച് പ്രീമിയർ ലീഗിൽ കണ്ടിന്യൂസ് ആക്കി വെച്ച് ഒരു ടോപ്പ് മിഡ് ടേബിൾ ടീമാക്കി മാറ്റി. അതാണ് പുള്ളിയുടെ ഒരു അച്ചീവ്മെന്റ്, റോബർട്ടോ ഡിസെർബി. അല്ലെങ്കിൽ പിന്നെ ബിഗ് നെയിംസിലേക്ക് വല്ലതും പോകേണ്ടി വരും, വല്ല ബിഗ് നെയിംസ്. പക്ഷേ ഏതായിരിക്കും ബിഗ് നെയിംസ്? ഗുലാൻ, എനി ഐഡിയ? ഈ ബിഗ് നെയിംസ് എന്ന് പറയുമ്പോൾ ഏതാ? മറ്റേ നാഗിൽസ്മാനോ? ഇതാണോ ബിഗ് നെയിം? അവന് വലിയ പേരാ. ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ളത് സിഡാനൊന്നും വരില്ലടാ. മൊറീനിയോ എന്തായാലും വരില്ല. മൊറീനിയോ, സിഡാൻ, ഇവരൊക്കെ ഓപ്ഷൻ. മൊറീനിയോ വന്നാ അന്ന് ഓണേഴ്സിനെ പടി ഇറക്കും ഫാൻസ്. മൊറീനിയോ ആള് വരാൻ ഇതാക്കില്ല എത്ര ഇതായാലും. മിക്കവാറും അടുത്തന്നെ ഡേവിഡ് മോയസ് പോവാടാ എസ്റ്റാബ്ന്ന്. നീ വെച്ചോ എടാ, മാഞ്ചസ്റ്റർ യുണൈറ്റഡിനായിട്ട് എന്തെങ്കിലും ബന്ധമുള്ള ഒരുത്തനും ഞങ്ങൾക്ക് വേണ്ട. ദി നെക്സ്റ്റ് ടോപ്പിക്. ഇത് ഒരു 4 ദിവസം മുമ്പ് വളരെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു സാധനമായിരുന്നു. ഗുലാന്റെ ടേക്ക് പ്രതീക്ഷിക്കുന്നു. റിയൽ മാഡ്രിഡ് വേഴ്സസ് ഏതായിരുന്നു ആ ക്ലബ്ബ്? മേസൺ ഗ്രീൻവുഡിന്റെ ക്ലബ്ബ് ഏതായിരുന്നു? ആ കളി നടക്കും. ഗെറ്റാഫേക്ക് കളി നടക്കുമ്പോ ജൂഡ് ബെല്ലിംഗാം അവനെ ഗ്രേപ്പിസ്റ്റ് എന്ന് വിളിച്ചു എന്നാണ് പരാമർശം. അങ്ങനെ വിളിച്ചത് ലിപ്പ് റീഡേഴ്സ് കണ്ട് പിടികിട്ടിയാൽ ലാലിഗയിൽ നിന്ന് ബാൻ ചെയ്യാൻ വരെ നടപടി ഉണ്ടാവും എന്നാണ് ഇപ്പോഴത്തെ ന്യൂസ്. ഗുലാൻ, വാട്ട്സ് യുവർ ടേക്ക് ഓൺ ദിസ്? വളരെ നല്ലൊരു ഇതാണ് അത്. എല്ലാവരും ഇതും നിങ്ങളുടെ ഇതുകളും എടാ ഞാൻ പറയാനാടാ. അല്ല, പുറത്താക്കണം എന്നാണ് ആണോ അതോ നിങ്ങക്ക് ഇളവ് കൊടുക്കുന്നാണോ അഭിപ്രായം? ഞാൻ പറയുകയാണെങ്കിൽ 1-2 കളി വേണമെങ്കിൽ ബാങ്ക് കൊടുക്കും. ഇത് ലാലിഗ എന്നൊക്കെ പുറത്താക്കുന്ന വെച്ചാൽ അത് കുറച്ച് കൂടുതലല്ലേ? എനിക്ക് മനസ്സിലാവാത്ത 2 കാര്യം. ഇതുവരെ ഗ്രീൻവുഡിന്റെ അടുത്തുനിന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ടില്ല. ഗ്രീൻവുഡ് ഇതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടുമില്ല. അവൻ അതിനെപ്പറ്റി എക്സ്പ്രസ് പോലും ചെയ്തിട്ടില്ല ഇങ്ങനെ ഒരു പ്രശ്നമുള്ളതായിട്ട്. പല ആൾക്കാരും പറയുന്നത് ജൂഡ് ബെല്ലിംഗം ലൈക്ക് ലൈവായി കണ്ട ആൾക്കാർ പറയുന്നത് റബ്ബിഷ്നോ എന്തോ ആണ് പറഞ്ഞത്, അല്ലാണ്ട് റേപ്പിസ്റ്റ് എന്നൊന്നും അല്ല എന്നാണ്. ഈ റേപ്പിസ്റ്റ് എന്നാണ് പറഞ്ഞതെന്നുള്ളത് ആരാണ് അലിഗേഷൻ കൊണ്ടുവന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഐ തിങ്ക് നടന്ന ശേഷമാണ്. അതല്ലേ നല്ലത്. സ്പാനിഷിലായിരിക്കും പറഞ്ഞേ, നമുക്ക് എങ്ങനെ മനസ്സിലാവാനാ സ്പാനിഷ് പറഞ്ഞ്? നല്ല വൃത്തിയിൽ കാണാൻ പറ്റുന്നുണ്ട്. കാണാനില്ല, സ്ക്രീനാക്കാൻ പറ്റൂ.
എടാ ഇതൊക്കെ അവൻ ഷോർട്ട് ഫോമില്ല ആയിട്ടാണ് അതുകൊണ്ടാ. വരുന്നേ. അല്ലല്ല, ഇതൊക്കെ ഷോർട്ട് ആയിട്ടാ വരുന്നേ. എടാ ഈ ചങ്ങായി റേപ്പിസ്റ്റ് എന്ന് പറഞ്ഞത് സ്പാനിഷിലാണോ ഇംഗ്ലീഷിലാണോ? നമ്മളിതൊക്കെ നോക്കിയിട്ട് വല്ല സ്പാനിഷിലാ പറയുന്നത്, പിന്നെ നമ്മ എടാ പൊട്ടനെ പോലെ ഇങ്ങനെ അവൻ നോക്കിയിട്ടുണ്ടോ? ഇംഗ്ലീഷിൽ റേപ്പ് അവൻ ഇംഗ്ലീഷിൽ റബ്ബിഷ്ന്നോ മറ്റേ അവൻ കണ്ടാ ഇംഗ്ലീഷുകാരനല്ലേ? അത് റബ്ബിഷ് എങ്ങനെയാ ആവുന്നേ? അതെങ്ങനെ റബ്ബിഷ് ആവുന്നേ? സ്റ്റക്കായുടെ എന്താ തോന്നുന്നു എന്താ നിങ്ങക്ക്? ആയിക്കൂടെ? ഏ റബ്ബിഷ് എന്നൊന്നും ആയിരിക്കാൻ വഴിയില്ല. അങ്ങനെയാണെങ്കിൽ തന്നെ ഇത്രയും ഇത് പൊങ്ങി വരില്ല. അവിടെ ആൾക്കാർ പ്ലേയേഴ്സ് കേട്ടിട്ടുണ്ടാവും. എടാ റബ്ബിഷ് എന്ന് എന്തിനാ പറയുന്നേ? അതൊന്ന് പറഞ്ഞേ, ആ കോണ്ടക്സ്റ്റ് ഒന്ന് പറഞ്ഞേ അതുല്ലേ. ഏ എടാ അത് ലൈവ് കണ്ടവര് പറഞ്ഞതാ, മനസ്സിലായോ? ഞാനും ലൈവ് കണ്ട, ഞാനിത് നോട്ടീസ് ചെയ്തിട്ട് പോലുമില്ല ഈ സംഭവം നടന്നത്. അതൊന്നും ഞാൻ നമ്മളങ്ങനെ game കണ്ട. നോട്ടീസ് ചെയ്യത്തില്ലല്ലോ. എടാ ആ, നമ്മള് നോട്ടീസ് ചെയ്യുമ്പോ അവരെന്തൊക്കെ പറയൂ കളിക്കടയില്? നമ്മളതൊക്കെ ലിപ്പ് റീഡ് ചെയ്തിട്ടോ അവൻ ഇതാണ് പറഞ്ഞെന്ന് പറയൂ. അതാണ് ലൈക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല ആരാണ് ഇത് അലിഗേഷൻ കൊണ്ടുവന്ന് എന്തിന്റെ ബേസിൽ. മേസൺ എടാ ഗ്രേഡ്വുഡ് അത് അതിനെ പറ്റി ഒന്നും ഗെറ്റാഫെ പറഞ്ഞിട്ടില്ല. ഗെറ്റാഫെ ക്ലബ്ബാണ് ആദ്യം അലിഗേഷൻ കൊണ്ടുവന്നത്. ഓക്കെ, പക്ഷെ ഒരു സോ കാര്യം അതിന്റെ പറയട്ടെ, ഇപ്പൊ ബേസിലാണ് ലാലിഗ ലിപ്പ് റീഡേഴ്സിനെ ഹയർ ചെയ്യാൻ പോവാണ്, എന്നിട്ട് അത് ഇതാക്കുന്നൊക്കെ പറയണത്. ബട്ട് ഞാൻ എന്റെ ഒരു ടേക്ക് പറയട്ടെ, ഇതൊന്നും ഒരിക്കലും നടക്കാൻ പോണില്ല. ജൂഡ് ബെല്ലിംഗ്ഹാം കറന്റ് വൺ ഓഫ് ദ ടോപ്പ് പ്ലേയേഴ്സ് ഇൻ ദ ക്ലബ് ഇൻ ദ വേൾഡ് ആണ്. പാപ്പ പരേസ് നല്ല കളി കളിക്കും. അത് നമ്മൾ അൽമേരിക്കെതിരെ കണ്ടതാണ്. ഒരു കാര്യവും നടക്കാൻ പോണില്ല. ലാലിഗ വൻ കറപ്റ്റഡ് ആണ്, എഴുതി വെച്ചോ, ഒന്നും നടക്കാൻ പോണില്ല. അതത്രേ ഉള്ളൂ. ഇവിടെ നമുക്ക് നമ്മുടെ ടേക്ക് പറഞ്ഞോണ്ടിരിക്കാൻ മാത്രം. അവിടെ ഒന്നും അതത്രേ നടക്കാൻ ഉള്ളൂ. പോണില്ല. അതത്രേ ഉള്ളൂ. നമ്മ നമുക്ക് ക്യാഷ് ചെയ്ത് എടാ ഒന്നാമത് അത് പ്രൂവ് ചെയ്യണം, മനസ്സിലായോ? ഫസ്റ്റ് പ്രൂവ് ആവട്ടെ. ലിപ്പ് റീഡിങ്ങിന് വെച്ചിട്ട് ഒന്നും അല്ല, വന്നിട്ടില്ലല്ലോ. ഈ പ്രൂവ് ഒരു ആവാണെങ്കിൽ 5 തന്നെ സെക്കൻഡ് ലിപ്പ് റീഡ് ചെയ്യാൻ അത്രയും സമയോ? എടാ ഞാൻ എത്ര പറയട്ടെ, ദിവസമായി കളി കളിയിട്ട്? ലിപ്പ് റീഡർ ആരുടെ പോക്കറ്റിൽ നിന്ന് വരുമെന്നറിയോ? പാപ്പ പെരസിന്റെ. ഇത് വെച്ചോ നീ പറഞ്ഞ പോലത്തെ റിപ്പോർട്ട് കൊടുക്കൂ. റബ്ബിഷ് എന്നല്ല നിനക്ക് വേണ്ടേ, അത് കൊടുത്തിരിക്കും. ഇങ്ങനെ ഓരോ ന്യൂസ് കണ്ടിട്ട് ഇങ്ങനെ റൈവൽ ക്ലബ്സ് ഇങ്ങനെ വന്ന് ഓരോന്ന് വെറുതെ ഉണ്ടാക്കും. ഞങ്ങള് ജയിക്കണെന്ന് കാണുന്ന പോക്കറ്റിലാ അത് പിന്നെ ഞങ്ങള് ജയിക്കണ കണ്ടിട്ട് അസൂയായിട്ട് ഇനിയിപ്പൊ എങ്ങാനും UCL അടിച്ചാലോ എന്നുള്ള പേടിയില് പല ക്ലബ്സും. നിങ്ങളല്ല, അതെ, അതെ, നിങ്ങളാരും കളിക്കുന്നില്ലല്ലോ. ഞാൻ ടോപ്പ് ക്ലബ്സാ പറഞ്ഞു. ഒന്നുമല്ല, അൽമേരിക്കെതിരെ എന്താ ഉണ്ടായി അറിയോ ഗുലാനെ? ബോട്ടം ഇതിലിരിക്കുന്ന ഒരു ടീം റിയൽ മാഡ്രിഡിന്റെ ഹോം ഗ്രൗണ്ടിൽ വന്ന് ജയിക്കരുത് എന്നുള്ള ഇന്റൻഷൻ തന്നെയാണ്, ക്ലിയർ ആണ്. ഇപ്പൊ എന്താന്ന് വെച്ചാൽ അവരത് ഹൈഡ് ചെയ്യണില്ല എന്നേ ഉള്ളൂ. മനസ്സിലായോ? ഇനി അത് ഹൈഡ് ചെയ്യേണ്ട കാര്യമില്ല, മനസ്സിലായില്ലേ? അല്ലാണ്ട് അങ്ങനെ ഒരു ഡിസിഷൻ ഞാൻ എന്റെ ജീവിതത്തിൽ ഇത്രയും ബയസ്ഡായിട്ട് സെക്കൻഡ് ഹാഫ് കണ്ടിട്ടില്ല. അത് വളരെ മോശമായൊരു ഡിസിഷനാണ്. എനിക്ക് ആദ്യം അത് കണ്ടപ്പോൾ തോന്നിയില്ല കളി കാണുമ്പോൾ. ബട്ട് അതിന് ശേഷം എനിക്ക് അതിനെപ്പറ്റി വായിച്ചപ്പോഴാണ് മനസ്സിലായത് മോശം ഡിസിഷനാണ്. പക്ഷെ അത് പറഞ്ഞിട്ട് റയൽ മാഡ്രിഡ് കാശിറക്കിയിട്ടാണ് തേങ്ങയാണ് പറഞ്ഞ ലൈക്ക് അതെനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അത് പ്രൂവ് ചെയ്താലേ എനിക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ, മനസ്സിലായോ? നിങ്ങൾ ഇതൊക്കെ എങ്ങനെയാണ് പ്രൂവ് ചെയ്യുക? അൽമേരിയുടെ കളിയിലേക്ക് ഞാൻ പോകുന്നില്ല. നിങ്ങൾ ഒരു കാര്യം കേൾക്ക്. കഴിഞ്ഞ റിയൽ മാഡ്രിഡ് കളി കണ്ടോ? നീ അത്ലറ്റിക്കോ വേഴ്സസ് ഞങ്ങൾ കളിച്ച റിയൽ മാഡ്രിഡ് വേഴ്സസ് അത്ലറ്റിക്കോ ഗെയിമിൽ ബെല്ലിംഗാമിനെ പെനാൽറ്റി ബോക്സിന്റെ ഉള്ളിൽ ഫൗൾ ചെയ്തത് എങ്ങനെയാ നോക്ക്. ആ ഒരു ന്യൂസ് മാത്രം പുറത്തു വരില്ല. കാരണം എന്താ? അതിലും ഒരിക്കലും ഹേറ്റ്രഡ് കിട്ടില്ല. നീ ന്യൂസ് ഏതാണ് ന്യൂസ് വർത്തി ആയിട്ടുള്ള സാധനങ്ങളെ പുറത്തേക്ക് വരുള്ളൂ. ഞങ്ങളുടെ മുകളിലുള്ള ഹേറ്റ് അത്രയും വലുത്. കാരണം ഞങ്ങൾ ജയിക്കുക പറഞ്ഞ കുറെ പേർക്ക് പ്രശ്നമാണ്, കുറെ പേർക്ക് അത് ഇഷ്ടമുള്ള കാര്യമല്ല. ബട്ട് ദാറ്റ് ഈസ് നോർമൽ. അത് കുറെ കാലമായിട്ട് ഞങ്ങൾ ഡീൽ ചെയ്യുന്ന കാര്യം. പക്ഷെ നീ ഒരു ന്യൂട്രൽ ആയിട്ട് ജസ്റ്റ് റിയൽ മാഡ്രിഡ് വേഴ്സസ് അത്ലറ്റിക്കോയില് ബെല്ലിംഗാമിനെ ഫൗൾ ചെയ്ത് നോക്ക് എങ്ങനെയാണ്. അത് പെനാൽറ്റി അല്ലെങ്കിൽ എന്നോട് പറഞ്ഞു. അതിന് മാത്രം ഒരു പ്രശ്നമില്ല, മനസ്സിലായോ? അത് പെനാൽറ്റി കൊടുക്കാത്തതിനോ ഞങ്ങൾക്കെതിരെ ഫൗള് കാണിച്ചതിനൊന്നും റെഫറി പൂവർ ഡിസിഷൻ അല്ല. ഞങ്ങൾക്ക് അനുകൂലമായി എന്തെങ്കിലും വന്നാൽ മാത്രമേ അത് പ്രശ്നമുള്ളൂ. അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഞാൻ എല്ലാ കളിയും ഞാൻ പറഞ്ഞ അല്ലാണ്ട് എടാ പെനാൽറ്റി ചില സമയങ്ങളിൽ നീ ഇപ്പൊ പ്രീമിയർ ലീഗിൽ നോക്കിയാലും ക്ലിയർ ആൻഡ് ഒബ്വിയസ് ആവാത്ത കാര്യങ്ങളാണെങ്കിൽ ചിലപ്പോൾ ഞാനത് കണ്ടിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അതിന് കൂടുതൽ സംസാരിക്കാനുള്ള ഇതില്ല. പക്ഷെ ഞാൻ പറയുന്നത് വെച്ചാൽ ചില സമയങ്ങളിൽ ക്ലിയർ ആൻഡ് ഒബ്വിയസ് ആവാത്ത ടാക്കിളാണെങ്കിൽ ചില സമയത്ത് അത് VAR റഫറി സ്കോറിലാണ് പോവാറ്, മനസ്സിലായോ? സോ പക്ഷെ ഇത് എന്താന്ന് വെച്ചാല് അൽമേരിയുടെ കളിയിൽ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. ഞാൻ പറയട്ടെ,
അൽമേരിയുടെ കളി കംപ്ലീറ്റ് ഡിഫറെന്റ് ആണ്. VR പിന്നെ ഒബ്സർവ് ചെയ്യാണ്, ഹാൻഡ് ബോൾ റൂൾ നമുക്ക് ക്ലിയർ ആയിട്ട് എവിഡന്റ് ആണ്, എന്നിട്ടും അതെങ്ങനെ ഹാൻഡ് ബോൾ ആയി അല്ലാതായി എന്ന് നമുക്ക് ചോദ്യമുണ്ട്. പിന്നെ എങ്ങനെയാണ് അത്രയും ടൈം സെക്കൻഡ് ഹാഫിൽ എക്സ്ട്രാ ടൈം കൊടുത്തതും എന്നും നമുക്ക് ചോദിക്കാണ്. എടാ അതിന് ബ്ലെയിം ചെയ്യേണ്ട ലാലിഗേനെയും അതിന്റെ റെഫറിങ്ങിനെയാണ്, ഞങ്ങളല്ലല്ലോ എക്സ്ട്രാ ടൈം കൊടുത്തത്. ഇതെന്ത് എനിക്ക് മനസ്സിലാക്കില്ല. എക്സാക്ട്ലി ആർക്കാണ് അത് ബയസ്ഡ് ആവുന്നത് എന്നുള്ളതാണ് ചോദ്യം. അതുകൊണ്ടാണ് അത് അലിഗേഷൻ ആയി മാറുന്നത്. അതന്നെ, ഒരു കളിയിൽ ഞങ്ങൾക്ക് അനുകൂലമായിരുന്നു. ഇപ്പൊ കഴിഞ്ഞ കളി എടുത്തു നോക്കിയാൽ ഞങ്ങൾക്ക് നേരെ എതിരായിരുന്നു. അവനെ പിടിച്ച് വലിച്ച് താഴെയിടുക ചെയ്ത്, അതിന് ഒരു തേങ്ങയും കൊടുത്തില്ല റെഫറി. അത് ക്ലിയർ പെനാൽറ്റിയാണ്. സെയിം പെനാൽറ്റി ഞാൻ ഇന്നാള് പ്രീമിയർ ലീഗ് ഒരു മാച്ചിൽ കണ്ടല്ലോ. പ്രീമിയർ ലീഗ് ലിവർപൂളിനെ അഗൈൻസ്റ്റ് ഉള്ള ഒരു കളി ഞാൻ പറഞ്ഞില്ലേ, എടാ പ്രീമിയർ ലീഗിൽ അതൊന്നും ആഴ്ചക്ക് നടക്കാറുള്ള നമ്മളെ അടുത്ത്. ഇതൊക്കെ കറക്റ്റഡ് ആണ്. എനിക്ക് പക്ഷെ ആ തോന്നുന്നു കളി മൊത്തം എന്തായാലും ആർസണലിനെതിരെയുള്ള കളി തന്നെയായിരുന്നു തോന്നുന്നത്, എനിക്ക് തോന്നുന്നത്. ഞങ്ങൾക്ക് മൊത്തം 6 പോയിന്റ് പോയിട്ടുണ്ട് അവന്റെ. അതാണ് പ്രീമിയർ ലീഗ് കാണുമ്പോഴും ചിലത് നമുക്ക് സിറ്റിക്ക് അനുകൂലമായിട്ടുള്ളതാണെന്ന് തോന്നും. എനിക്ക് തോന്നിയിരുന്നു, എസ്പെഷ്യലി ആ ലിവർപൂളിനെതിരെ ടോട്ടൻഹാം കളിയാന്ന് തോന്നുന്നു. അതൊക്കെ എനിക്ക് നന്നായി തോന്നി. കാരണം ലിവർപൂൾ കത്തി ഒരു ലൈക്ക് മെല്ലെ ഫോമിൽ വരുന്ന ടൈമായിരുന്നു. അപ്പോഴാണ് കൊണ്ടുപോയ ടോട്ടൻഹാം ഗെയിമിൽ അവർക്കിത് പ്രശ്നമായത്. ബട്ട് അതിന് പ്രൂവ് ചെയ്യാനൊന്നുമില്ല. നമ്മൾ അലഗേഷൻസ് പറയുന്നു എന്ന് വെച്ചിട്ട് ലൈക്ക് വി കനോട്ട് പ്രൂവ്. ആൻഡ് ഐ തിങ്ക് ഇൻ ജനറൽ ഒരു ട്രെൻഡ് നോക്കുകയാണെങ്കിൽ VR വന്ന ശേഷം റെഫറിങ്ങിന്റെ ക്വാളിറ്റി കുറഞ്ഞിട്ടേ ഉള്ളൂ, സത്യം പറയാലോ. ബെൽജിയൻ പ്രോ ലീഗിൽ ഒരു മാച്ച് റീപ്ലേ നടത്തി, ഡിസിഷൻ റോങ് ആയതുകൊണ്ട്. മനസ്സിലായോ? അവര് ഫുൾ മാച്ച് റീപ്ലേ ചെയ്യാൻ പോവാ. അതൊക്കെ എന്ത് കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്ക്. അത്രയും ക്വാളിറ്റി കുറഞ്ഞു വരികയാണെങ്കിൽ പിന്നെ എന്തിനാ ഈ കുന്തം ക്യാമറയിന്നൊക്കെ? ഐ തിങ്ക് ഇറ്റ്സ് എ ജനറൽ ട്രെൻഡ്, അല്ലാണ്ട് ഒരു ക്ലബോ അല്ലെങ്കിൽ ഒരു ലീഗോ ടാർഗറ്റ് ചെയ്തിട്ട് കാര്യമില്ല. എനിവേസ്, എടാ ഈ സാവിച്ചാണോ നിങ്ങളെ ഫൗൾ ചെയ്ത്? ആ ഷോൾഡർ പുഷ് ആണോ? ഷോൾഡർ പുഷ് ഒന്നുമില്ല, അവൻ ഉന്തിയിടുക ചെയ്ത് താഴെ. ശരിക്ക് ഒരു മിനിറ്റ്, കോണ്ടാക്ട് ഒക്കെ നോക്ക് നീ. ഒരു മിനിറ്റ്, ഞാൻ ഷെയർ ചെയ്യാം, ക്ലിപ്പ് ഷെയർ ചെയ്യാം. കാണാണ്ടോ? സ്റ്റക്കാണ്, പക്ഷെ കാണുന്നുണ്ട്. ഇപ്പൊ കാണുന്നില്ല. ഒരു കൊളിഷൻ ആയിട്ടല്ലേ എടുക്കാൻ പറ്റത്തുള്ളൂ. ഇന്റൻഷണൽ ആണോ? ബാക്ക് ഒന്നും ഉന്തിട്ടതാ? ബാക്കിൽ നിന്നല്ലോ. ആ ടഫ് കോൾ ആണ്, അതാണ് ഞാൻ പറഞ്ഞത്. ക്ലിയർ ആൻഡ് ഒബ്വിയസ് സാധനങ്ങൾക്ക് മാത്രമേ പെനാൽറ്റി കൊടുക്കാൻ പറ്റത്തുള്ളൂ. എടാ അത് ബാക്ക് ഉന്തിട്ടതാ. നീ എവിടെയാണ് പോയി? ഷോൾഡറിനെ കൊണ്ട് ഇങ്ങനെ തട്ടിയിട്ട് അത് ചില ടൈം. എടാ പിന്നെ ഷോൾഡർ ടു ഷോൾഡർ ആണ് കറക്റ്റ് കോണ്ടാക്ട്, മനസ്സിലായോ? പിന്നെ നീ ഷോൾഡർ ടു ബാക്കോ അല്ലെങ്കിൽ ഇവിടുന്ന് എവിടുന്നെങ്കിലും നീ എന്തുകൊണ്ട് ഉന്തിയാലും അല്ലെങ്കിൽ ഇടിച്ചിട്ടാലും അത് ഫൗളാണ്. നീ എന്തൊക്കെ പറഞ്ഞാലും ഇത് മുതൽ അതുവരെ കൈയാണ്. എടാ സ്ലീവ് റൂൾ ഉണ്ടടാ, നീ സ്ലീവ് റൂൾ എടുത്ത് നോക്ക്. എന്തായാലും അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. അതായിരിക്കും നല്ലത്. എടാ ബാർസലോണയുടെ അടുത്ത മാനേജർ ആരാവും എന്നാണ് ചോദ്യം. ഞാൻ പറയട്ടെ, അല്ല ഷാവിയെ സാക്കിയതിനെ പറ്റി നിങ്ങൾക്ക്, ഷാവിയെ സാക്കിയതല്ല, ഷാവി പോണതിനെ പറ്റി എന്താ അഭിപ്രായം? വളരെ നല്ല അഭിപ്രായം. എനിക്കൊന്നും പറയാനില്ല, ഞാൻ ലാലിഗ ഇപ്പൊ നോക്കാറില്ല, അതുകൊണ്ട് ഒരു തേങ്ങ അറിയില്ല. ഇങ്ങനെ ഒരു ആൾക്കാരാണ് നമ്മുടെ ശാപം. അവന് ഇന്നലെ വിസൽ കോബി ആയിട്ട് അവര് പൊട്ടിയത് കാണാനുള്ളതായിരുന്നു. ഇന്റർ മയാമി വേഴ്സസ് വിസൽ കോബി. ഇതാണ് മെസ്സി ഫാൻസിന്റെ കുഴപ്പം. ബാർസലോണ ഉണ്ട്, എന്നിട്ട് ഇന്റർ മിയാമിയുടെ കളി കാണുക. ബാർസലോണ ജയിച്ചു ഞാൻ വരും, അല്ലെങ്കിൽ സിറ്റി ജയിച്ചു കഴിഞ്ഞാൽ ഓടി വരും. അന്ന് ഇവിടെ വൻ കൊണ്ടാട്ടമായിരിക്കും. പോടാ, ഞാൻ ബാർസലോണ ജയിച്ചാ പോലും അറിയില്ല ഇപ്പൊ. ബാർസലോണ അവന് നാളെ എനിക്കൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത്, ക്ലോപ്പ് പോകുന്ന സമയത്തൊക്കെ ബാർസലോണ കപ്പടിക്കുക, അതുകൊണ്ട് ഇപ്രാവശ്യം കപ്പടിക്കാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ. എന്നിട്ടാണ് അവൻ ബാർസലോണ കാര്യങ്ങൾ ഫോളോ ഇല്ല. ഞാൻ ആ ട്രെൻഡ് പ്രകാരം
ഇപ്പൊ ആ ഞാൻ നീ കൊണസണ്ട അർജന്റീന ഇപ്പൊ മെസ്സി പി എസ് ജിയിൽ പോയി, മറ്റേ റൊണാൾഡിനോ ഇവിടെ പോയി പി എസ് ജി പോയി വേൾഡ് കപ്പ് അടിച്ച്, മെസ്സി പി എസ് ജി പോയി വേൾഡ് ഇട്ടിരിക്കുന്ന കപ്പ് അടിച്ച്. ജേഴ്സി നോക്ക്, അതാണ് എനിക്ക് ഏറ്റവും എടാ അത് കളിക്കാൻ പോകുമ്പോ വേറെ ജേഴ്സി ഇല്ലായിട്ടാണ് ഫുൾ കൈ തണുപ്പായോണ്ട്. ഇവന്റെ ഞാൻ ഉള്ളിൽ വേറെ രണ്ട് ജൂവന്റസിന് ജേഴ്സി വിടാറുണ്ട്. ഉണ്ട്. അതാണ് എന്റെ കയ്യിൽ എല്ലാ തണുപ്പായോണ്ടല്ലടാ അത് ജേഴ്സിയും ഉണ്ട്. ഷെമീർ. ഓന്ത് മാറുന്നാലും മാറും. ഒന്നും ഗുലാം പറ, പറയാനില്ല. ഗുലാം പറ ചാവി. എന്ത് എടാ, അത് വളരെ മോശം തീരുമാനമാണ് ക്ലബിന്റെ. ലൈക്ക് ചാവി അല്ല എനിക്ക് തോന്നുന്നു അതിന് കാരണം. അറ്റ്ലീസ്റ്റ് അവർക്കൊരു തിരിച്ചു വന്ന 9ാം സ്ഥാനവും മതിയായിരുന്നു ചാവി വരുന്നതിന് മുമ്പ്. അപ്പൊ അതിന്ന് അവരെ കൊണ്ട് ലാലിക അടുപ്പിച്ചു. 9ാം സ്ഥാനോ? ആടാ, ബാർസ ചാവി വരുന്നതിന് മുമ്പ് 9th പൊസിഷനോ മറ്റായിരുന്നു. അത്ര മോശം പൊസിഷൻ എന്നാണ് അവൻ കൊണ്ടുവന്ന് ലീഗ് അടുപ്പിച്ച്. കഴിഞ്ഞ സീസൺ ലാലിഗ അടിക്കുകയും ചെയ്തായിരുന്നല്ലോ. ഓ എടാ, ആ എൻഡ് അതിന് സീസൺ അല്ല, മുമ്പത്തെ ഇടയില് മിഡ് സീസൺ കാര്യം പറയുന്നു. വെച്ചല്ലേ? ആ മിഡ് സീസൺ. മിഡ് സീസൺ. ഓക്കെ. ആ അപ്പോഴാണല്ലോ ചാവിനെ കൊണ്ടുവന്നത്. എന്നിട്ടാണ് അവൻ അടുപ്പിച്ച്. അപ്പോൾ അങ്ങനത്തെ ഒരു അടിപൊളി മാനേജറിനെ, അതും ഇപ്പോഴുള്ള കുറച്ച് പുവർ പെർഫോമൻസിന്റെ പേരിൽ മാത്രം അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് ഇതാക്കുന്നത് അത്ര നല്ലൊരു ഇതല്ലാന്ന് എനിക്ക് തോന്നിയ തീരുമാനമല്ലാന്ന് എനിക്ക് തോന്നുന്നു. പല 2 ടേക്ക് ഉണ്ട്. ഇപ്പൊ കൊണ്ടുവന്ന പ്ലേയേഴ്സ് ഒന്നും ക്ലിക്ക് ആയില്ല എന്നും പറയുന്നുണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം അവർ കളിക്കുന്ന ഫുട്ബോളും ഒരു സുഖമില്ല എന്നൊക്കെ പലരും പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് അതൊരു ഇപ്പൊ അതൊരു റീസൺ ആയിട്ട് അവനെ പെട്ടെന്ന് കളയണതിൽ ഒരു അർത്ഥമില്ല. അറ്റ്ലീസ്റ്റ് എൻഡ് ഓഫ് ദ സീസൺ നോക്കിയിട്ട് ഒരു തീരുമാനം എടുക്കണമായിരുന്നു നല്ലത് എനിക്ക് തോന്നിയ. അല്ല പിന്നെ ഷാവി സ്വയം പോകുന്നതാണല്ലോ, അതിനാരും കളയുന്നല്ലോ. അതിന് പക്ഷെ ഫോഴ്സ്ഡ് ഔട്ട് ആണ്. അതെന്താ എങ്ങനെയാ ബാർസലോണ സ്ഥിരം ചെയ്യാരെന്ന് നമുക്കറിയാലോ. ഈ പറയുന്ന ആൾക്കാരെ ഞാൻ ഒന്നും മിണ്ടുന്നില്ല കേട്ടാ ഗുലാനെ. ആരെ ബാർസലോണയുടെ മേലിൽ റാൻഡ് ചെയ്യണ്? എടാ, കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ടുണ്ട്, ഒരു 2 ഡെക്കേഡായിട്ട് ഏറ്റവും നല്ല ബെസ്റ്റ് ഡിസിഷൻ മേക്കിംഗ് ചെയ്തിട്ടുള്ള ക്ലബ്ബ് റയൽ മാഡ്രിഡ് ആണ്. അതാർക്കും ഡിനൈ ചെയ്യാൻ പറ്റില്ല. മനസ്സിലായോ? അത്ര അടിപൊളി ഡിസിഷൻ മേക്കിംഗ് വേറെ ആരും ചെയ്തിട്ടില്ല. ക്ലബ് ലെജൻസിനൊക്കെ പറഞ്ഞേക്കല് കാണണോ? ഈ ക്ലബ്ബാണ് വലുത്, പ്ലേയേഴ്സ് അല്ല. ലൈക്ക് അങ്ങനെ ഒരു ഫോൾ ഉണ്ടാവുന്നില്ല. അവരെപ്പോഴും പിന്നെയും യൂസ് ചെയ്യൽ അടിച്ചോണ്ടിരിക്കുന്നു. ആ ഒരു ലെവൽ മെയിൻറ്റെയിൻ ചെയ്യണം. അവൻ പറഞ്ഞ് ബാർസലോണയിൽ എന്താ നടക്കണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എന്നുള്ള രീതിക്ക് പറഞ്ഞു. അപ്പൊ റിയൽ മാഡ്രിഡ് പച്ചക്ക് നടക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ പറയണത്. എങ്ങനെയാണ് ക്ലബ് ലെജൻസിനെ പറഞ്ഞേക്കണെന്ന്. എടാ, ലപ്പോർട്ട പറഞ്ഞയച്ച ശേഷം ഡൗൺഫോളാ. ഞങ്ങൾക്ക് അങ്ങനെയല്ല, മനസ്സിലായോ? ഡൗൺഫോൾ അല്ല, അതായിക്കോട്ടെ, അത് കുഴപ്പമില്ല. ഞാൻ ഉദ്ദേശിച്ച കാര്യം ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ എങ്ങനെ വന്നു, ആദ്യം അതെങ്ങനെ വന്നു എന്ന് നോക്കണ്ടേ. അതിന് മുമ്പത്തെ പ്രസിഡന്റും ഉണ്ടായിരുന്നു, അയാളും ഏകദേശം, ഞാൻ വെറുതെ പറയുന്നില്ല. ലൈക്ക് എനിക്ക് എന്റെ അഭിപ്രായത്തില് ഇത്രയും പുവർ മാനേജ്മെന്റ് ചെൽസിക്ക് ശേഷം എനിക്ക് തോന്നുന്നു ബാർസ ആയിരിക്കും. ചെൽസി അറ്റ്ലീസ്റ്റ് അബ്രോമോവിച്ച് വരുന്നവരെ ഒക്കെ ആയിരുന്നു. ഇപ്പോ അവർക്കൊരു പ്രശ്നത്തിലാണെങ്കിലും ഐ തിങ്ക് ദേ വിൽ ട്രൈ ടു കം ബാക്ക് ഇഫ് ദ മാനേജ്മെന്റ്. പിന്നെ യുണൈറ്റഡും, അത് മറന്നില്ല, യുണൈറ്റഡിന്റെ അത് വേറെ. സോ എനിക്ക് ഐ ഡോണ്ട് തിങ്ക് ബാർസേനെ തന്നെ ബ്ലെയിം ചെയ്യാനുള്ളൂ, വേറെ ആരെയും ബ്ലെയിം ചെയ്യാനില്ല. കോച്ചും പ്ലേയേഴ്സും ഒന്നല്ല കാരണം, അവരുടെ ഇത് തന്നെയാണ്, മാനേജ്മെന്റ് തന്നെയാണ്, ക്ലബ് തന്നെയാണ് കാരണം ഈ ഒരു സിറ്റുവേഷൻ. ആൻഡ് ഇനി എനിക്ക് തോന്നുന്നില്ല വേറൊരാൾ ആർഗ്യുമെന്റ് കൂടി ബെറ്റർ കേട്ടായിരുന്നു. ആവും. അതായത് ഷാവിയും പിന്നെ ലെവൻഡോസ്കിയും പിന്നെ ബാക്കി പ്ലേയേഴ്സ് ആയിട്ടൊക്കെ എന്തൊക്കെയോ സീൻ ഉണ്ടെന്ന്. പക്ഷെ അത് ഒറിജിനൽ ആണോ അല്ലോ എന്നറിയില്ല. അവർ വർക്ക് റേറ്റ് അത്ര ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടെന്തോ, ഷാവി ഡിമാൻഡ് ചെയ്യുന്ന അത്ര ഒരു വർക്ക് റേറ്റ് ചെയ്യുന്നില്ല, ഫ്രസ്ട്രേറ്റഡ് ആണ് എന്തോ കേട്ടായിരുന്നു. ലെവൻഡോസ്കി റിലേറ്റഡ് എന്തൊക്കെ ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു. ഗോളൊന്നും അടിക്കുന്നില്ല ലെവൻഡോസ്കി. ഞാൻ വേറെ കേട്ട ഒരു ഇൻട്രസ്റ്റിംഗ് ഒരു ആർഗ്യുമെന്റ് ആണ്, ക്ലോപ്പിന് നമ്മളെ 8 വർഷം കൊടുത്തു, എന്നിട്ട് അവൻ 7 കപ്പാണ് അടിച്ചത്. ലൈക്ക് ഇത്രയും വർഷത്തിൽ ഇടയ്ക്കാണ് അവന് കപ്പ് അടിക്കണത്. എന്നിട്ട് നിങ്ങൾക്ക് ഫസ്റ്റ് ടൈം തന്നെ നിങ്ങൾക്ക് ലാലിഗ എടുത്തെന്ന് കൊടുത്ത ഒരു മാനേജറിനെ നിങ്ങൾ സെക്കൻഡ് സീസൺ തന്നെ പുറത്താക്കണത് വാലിഡ് ആയിട്ടുള്ളതാണോ എന്നുള്ള രീതിക്ക്. സോ അതിന് പറയാനുള്ള ലൈക്ക് ക്ലോപ്പ് ഒരു പ്രീമിയർ ലീഗിൽ 10th 9th ഒക്കെ ഫിനിഷ് ചെയ്യുന്ന ഒരു ക്ലബിനെ എടുത്തിട്ടാണ് ഒരു 5 year പീരീഡിൽ ചാമ്പ്യൻസ് ആക്കി മാറ്റിക്കണേ. മനസ്സിലായോ? ബട്ട് ബാർസലോണ is a team who are expected to finish in like top 4 every time in La Liga, right? So അതിൽ വേറൊരു ഓപ്ഷൻ ഇല്ല. അങ്ങനത്തെ ഒരു ക്ലബിനെ എടുത്തിട്ടാണ് ഷാവി കളിക്കണം. സോ
കഴിഞ്ഞ സീസണിൽ നല്ലപോലെ കളിച്ചെങ്കിൽ ഈ സീസണിൽ അവന്റെ ഡിസിഷൻ മേക്കിങ്ങും പ്ലേയിങ് സ്റ്റൈലും അതുപോലെ തന്നെ അല്ല ചില പക്ഷെ ഇപ്പോഴും സമയത്തുള്ള അത് സബ്സ്റ്റിറ്റ്യൂഷൻസിന്റെ ടേബിൾ ടോപ്പ് ഡിസിഷൻസും 3 ആണ്, തേർഡ് അങ്ങനല്ലേ, ലൈനപ്പിന്റെ തേർഡ് പൊസിഷൻ ഡിസിഷൻസും. അല്ലേ. അതാണ് പറയുന്നത്, ബാഴ്സലോണ മാനേജർ ഇല്ലാതെ കളിച്ചാലും അങ്ങനെ ഫിനിഷ് ചെയ്യും, കാരണം പ്ലേയേഴ്സിന്റെ ക്വാളിറ്റിയാണ്. മനസ്സിലായോ? പക്ഷെ ഇനി പോയാൽ തന്നെ അടുത്ത മാനേജർ ആരായിരിക്കും വരിക? അങ്ങനെ ഇപ്പൊ വല്ല ഇത് അപ്പൊ ഇവര് വന്നിട്ടുണ്ടോ options? നെപ്പോളിയന്റെ മാനേജറെ നോക്കുന്നുണ്ടെന്ന് തോന്നുന്നു. നെപ്പോളിയുടെ മാനേജർ ആരാ? നെപ്പോളിയുടെ നെപ്പോളിയൻ മാനേജർ manager ഇറ്റലി അവിടെ അല്ലേ മാനേജ് like ചെയ്യുന്നത്? സ്പാലറ്റി ഇറ്റലി ഏറ്റവും കോച്ചാണല്ലോ. ഫേമസ് ആയിട്ട് വരുന്ന ഒരു പേര് മിക്കൽ ആർട്ടറ്റെ. ആ അർട്ടേറ്റയും കേട്ടു, പിന്നെ ക്രിയോഫിന്റെ മോന്റെ അങ്ങനെ ആരോ കൂടി ഞാൻ കേട്ടായിരുന്നു. എടാ കിക്കേ സെറ്റ് ചെയ്യാൻ വരുവാടാ, അതോ റൊണാൾഡ് കോമാൻ വരും? മോനെ ഞാൻ അല്ല, പറയാം. മോനെ കിക്ക് സെറ്റ് ചെയ്യാനാണെങ്കിൽ ഇപ്പൊ പൊളിക്കും. നല്ല മോനെ. നല്ല മാനേജറാ, അങ്ങനെ എന്തോ കേട്ടായിരുന്നു. ചങ്ങായി ഇപ്പൊ പോയ ക്ലബിൽ നല്ല മാനേജ് ചെയ്യണമെന്ന് അങ്ങനെ എന്തോ കേട്ടെ, കോച്ചിങ്. കിക്ക് സെറ്റ് ഡേവിഡ് ചെയ്യാനാണെങ്കിൽ മോയ്സ് മോനെ വരുവാടാ, പേടിക്കണ്ട. വെസ്റ്റ് ഹാം ഇപ്പൊ പുറത്താക്കും, ഇന്നല്ലെങ്കിൽ നാളെ പറഞ്ഞ് നിക്ക. കളർഫുൾ ആവട്ടെ ലാലിഗ. അയ്യോ ഓരോ അവസ്ഥകള്. പിന്നെ വേറൊരു എനിവേസ് ക്ലബ്ബ്, അതും വേറൊരു ദുരന്തത്തിൽ പെട്ടിരിക്കുന്ന ക്ലബ്ബ്. അതാണ് അടുത്ത ടോപ്പിക്, ദാറ്റ് ഈസ് ചെൽസി. വെസ്റ്റ് ഹാം ആണോ? അല്ലടാ, ചെൽസിയടാ. ഷെടാ എന്റെ നെറ്റ് പോകുന്നുണ്ടല്ലോ. ഇസ് ദർ എ വേ ഔട്ട് ഫോർ ചെൽസി? ചെൽസി ഫുള്ള് കേയോസ് ആണ് ഇപ്പൊ കളിക്കുന്നത്. ചെൽസി വോൾസിന്റെ അടുക്ക് 4-2 പൊട്ടിയില്ലേ? വാവ്. ഫുള്ള് കേയോസ് ആണ്. എന്റെ അമ്മോ, മാനേജർ വൈസും പ്ലേയിങ് വൈസും ഒന്നും പ്രെഡിക്റ്റബിൾ അല്ല ഒന്നും. അതെ, ചെൽസിയും യുണൈറ്റഡും. പക്ഷെ യുണൈറ്റഡ് ഇപ്പൊ പിന്നെയും കേറി. ഓക്കെ, ചെൽസിയും യുണൈറ്റഡ് കംപ്ലീറ്റ്ലി അൺഎക്സ്പെക്ടഡ് ടീമാ. വലിയ ടീമൊക്കെ ആയിട്ട് ഇവർ എങ്ങനെയെങ്കിലും ഒക്കെ ഡ്രോവും ജയിക്കുകയും ചെയ്യും. അല്ല, യുണൈറ്റഡിൽ എന്നറിയോ, യുണൈറ്റഡിൽ ഇപ്പൊ ലാസ്റ്റ് ഫ്യൂ സീസൺസ് ആയിട്ട് ഫസ്റ്റ് ഹാഫ് മൊത്തം പൊട്ടിക്കുന്ന ഒരു ട്രെൻഡാണ് യുണൈറ്റഡ്. അങ്ങനെ ഫസ്റ്റ് സീസൺ തുടങ്ങുന്നുണ്ട്, ജനുവരി കഴിഞ്ഞ പിന്നെ സെക്കൻഡ് ഹാഫില് അത്യാവശ്യം ആ ഒരു ഇത് പിക്കപ്പ് ചെയ്യും, കുറച്ചും കൂടെ കളി ഫോം ആയിട്ട് വരും പ്ലേയേഴ്സ്. പക്ഷെ ചെൽസി അങ്ങനെയല്ല, ചെൽസി എപ്പോഴെങ്കിലും ഫോം ഔട്ടാവും, എപ്പോഴെങ്കിലും ഏത് ടീമിലും പൊട്ടിക്കാനുള്ള ഫോമിലേക്ക് വരും. ബട്ട് അവര് ക്ലബ്ബ് പറയുന്ന പോച്ചറ്റീനോയില് അവർക്ക് 100% ട്രസ്റ്റ് ഉണ്ട്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, ലോങ് ടേം പ്രൊജക്റ്റ് ആണ് അവർ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഓക്കെ. ബട്ട് ഇതേപോലെ ഇപ്പോ അണ്ടർ പെർഫോമിംഗ് ആണെങ്കിൽ പെട്ടെന്ന് വേണ്ടത് കാര്യങ്ങൾ ചെയ്തു ആൾക്കാരെ മാറ്റുന്ന ഒരു ഇതാണ് ഇപ്പോ കണ്ടുവരുന്നത്. എനിക്ക് തോന്നുന്നു, ഞാൻ എന്റെ കാര്യം പറയാം. ലൈക്ക് ഇൻ ജനറൽ അവരുടെ ഫുട്ബോൾ കാണുമ്പോൾ എന്താ തോന്നുന്നു, എനിക്ക് അങ്ങനെ അത്ര പ്രശ്നമായിട്ട് അവർ ഉള്ള ഒരു ക്ലബ്ബാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല പലപ്പോഴും. ഈവൻ ദോ ദേ ഹാവ് പുവർ പെർഫോമൻസസ്. ഫോർ എക്സാമ്പിൾ ആക്സൽ ഡിസാസി പോലത്തെ പ്ലേയേഴ്സ് ഒക്കെ ലൈക്ക് ചില സമയത്ത് ഡിഫെൻസീവ്ലി അവർ ഭയങ്കര മോശമാണ്. ബട്ട് ലിവർപൂൾ പോലത്തെ ഒരു ടോപ്പ് ക്ലബ്ബ് തന്നെ, അല്ലെങ്കിൽ മാൻ സിറ്റി കഴിഞ്ഞ കളി തന്നെ ലൈക്ക് ഡിഫൻസ് നീ നോക്കുകയാണെങ്കിൽ അവർ ഒരുപാട് ഇറസ് ചെയ്തിട്ടുണ്ട്. കളി ജയിച്ചെങ്കിലും ബ്രെൻഫോർഡിനെതിരെ ഡിഫെൻസീവ്ലി ദേ വെർ നോട്ട് സോളിഡ് അല്ലേ. എഡർസണിന്റെ കുറച്ച് ഡിസിഷൻസും ഒക്കെ ലൈക്ക് ഓൾമോസ്റ്റ് ലൂസിങ് ആയിരുന്നു. അപ്പോൾ ഐ ഡോണ്ട് തിങ്ക് കമ്പാരിറ്റീവ്ലി അങ്ങനെ ചെൽസീനെ ഒരുപാട് മോശമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓൾദോ ദേ ആർ നോട്ട് ടോപ്പ് 4 കണ്ടന്റേഴ്സ്, അങ്ങനത്തെ ഒരു ഇതല്ലെങ്കിലും ഐ തിങ്ക് ഫുട്ബോൾ വൈസ് ദേ ആർ നോട്ട് വെരി ബാഡ് അല്ലേ. പക്ഷെ ഈ പ്രീമിയർ ലീഗിൽ സർവൈവ് ചെയ്യണമെങ്കിൽ ആ ഒരു കൺസിസ്റ്റൻസി കൂടെ വേണ്ട. അതാണല്ലോ അവിടെ ലാക്കിയാണ്. ഇപ്പൊ പല ടീമും നമുക്കിപ്പോ അങ്ങനെ പറയാൻ പറ്റും, പ്ലേയിങ് സ്റ്റൈലിന് അടിപൊളിയാണ് അല്ലെങ്കിൽ അത്രയും. ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. ലൈക്ക് ഈ ലിവർപൂൾ വേഴ്സസ് ചെൽസി മാച്ചിൽ ചെൽസിയുടെ പെർഫോമൻസ് ഛർദിക്കാൻ വരുന്ന പെർഫോമൻസാ, ശരിയല്ലേ? നീ കണ്ടോന്ന് എനിക്കറിയാൻ പാടില്ല. ഏത് ഫസ്റ്റ് മാച്ചോ അതോ സെക്കൻഡോ? ഇതാടാ ഹാട്രിക് ഒന്നും അടിച്ചിട്ടില്ലേ? 2 ഗോളും അസിസ്റ്റും ആണ്. 2 ഗോളും ഒരു അസിസ്റ്റും. 2 ഗോൾ അടിച്ചിട്ടുണ്ട്.
അതാണ് മറ്റേ ചെൽസി എന്ന് പറഞ്ഞ മനസ്സിലായി. ഇൻകുങ്കു ഒരു ഗോള് മാത്രം അടിച്ചു ആ കളിയല്ലേ? അതന്നെ യാ ആ ചെൽസിയുടെ പ്രശ്നം എന്ന് വെച്ചാൽ ചില സമയത്ത് അവര് കളിക്കണ എങ്ങനെ നമുക്ക് മനസ്സിലാവില്ല. ചില സമയത്ത് അതിലും ഷോക്കായിട്ട് കളിക്കും. ഇതാണ് ചെൽസിയുടെ ഒരു പ്രശ്നം. പക്ഷെ അത് കളിയിൽ അങ്ങനെ ഏതൊരു ക്ലബ്ബ് റൈസ് നമുക്കൊരു ചെയ്ത് വരുമ്പോഴും അത് ഓബ്വിയസ് അല്ലടാ. ഏതൊരു ക്ലബിനും ബിൽഡ് ചെയ്ത് വരുമ്പോ അങ്ങനത്തെ സ്റ്റേജസ് നോർമൽ അല്ലേ? അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ Maybe, ലിവർപൂളിനാണെങ്കിലും അങ്ങനെ ഒരു സ്റ്റേജിൽ അവർ അങ്ങനെ തന്നെയായിരുന്നു. പല കളി അവർ അടിപൊളിയായി കളിക്കും. കൊട്ടീനിയോ ഒക്കെ വൻ ഫോം ആയിരുന്നു. പക്ഷെ ചില കളി നോക്കുമ്പോൾ കൊട്ടീനിയോ ഒന്നും ചെയ്യണ്ടാവില്ല. ലൈക്ക് ആകെ മൊത്തം ഗെയിമിൽ നിന്ന് ഔട്ടായ പോലെ. അങ്ങനെ എല്ലാ ക്ലബിനും വരില്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇൻ ജനറൽ ഐ സി എ മൂവ് ഫോർവേഡ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാണ്ട് പിന്നോട്ട് വലിക്കുന്ന ഒരു ടൈപ്പ് ഇതെല്ലാം എനിക്ക് തോന്നിയത് അവരുടെ കളി കാണുമ്പോൾ. ആകെ എനിക്ക് പ്രശ്നം തോന്നിയിട്ടുള്ള മുദ്രിക്ക് ക്ലിക്കായില്ല. ബട്ട് അതേപോലെ തന്നെ ജാക്സൺ അത്ര നന്നായി കളിക്കുന്നില്ല. അങ്ങനെ കൈസെഡോ ഒരു സ്റ്റെർലിംഗ്. ഡിസാസ്റ്റർ ആണ്. സ്റ്റെർലിംഗ് ചെൽസി ഫാൻ. സ്റ്റെർലിംഗ് പക്ഷെ സിറ്റിക്കെതിരെ എന്ത് കളിയാണ് കളിച്ചാന്ന്. അതാണ് എന്ത് കളിയായിരുന്നു. എടാ ഭയങ്കര ഇൻകൺസിസ്റ്റന്റ് ആണ് സ്റ്റെർലിംഗ്. അത് സ്റ്റെർലിംഗ് വിട്. അറ്റ്ലീസ്റ്റ് യങ് പ്ലേയേഴ്സിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ കോൾ പാമർ ഇസ് ദ മോസ്റ്റ് കൺസിസ്റ്റന്റ് പ്ലെയർ സ്ക്വാഡില്. ചങ്ങായി ഉള്ളോണ്ട് FPL എല്ലാ ദിവസവും 6 പോയിന്റ് ഇട്ടത്. അപ്പൊ അതാണ് ഐ തിങ്ക് ദേ ഷുഡ് ഗിവ് ദാറ്റ് ടൈം. ആൻഡ് നല്ലൊരു ഡിസിഷൻ ആണെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും പോച്ചറ്റിനോ എനിക്ക് അത്ര വിശ്വാസമില്ലാത്ത മാനേജർ, അത് ഞാൻ പറയാം. ബട്ട് ഐ തിങ്ക് സ്പെർസിനെ എത്തിച്ചില്ലേ ഫൈനൽ? ലൂസിയല്ലേ? എടാ അതൊക്കെ എങ്ങനെ സീസൺ എങ്ങനെയായിരുന്നു ഞാൻ കണ്ടില്ല. ഹാരി കെയ്നും സോനും ഇതൊക്കെ മറ്റേ എന്താ ആയ കാലത്താണ്. അത് ലെജൻഡറി ക്യാമ്പയിൻ ആയിരുന്നു. അവർക്ക് കുറച്ച് ഫേവറബിൾ ആയിരുന്നു പലതും. അത് ആ ഒരു അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല. പൊച്ചറ്റിനോ ജനറലി അങ്ങനെ അടിപൊളി മാനേജർ അല്ല. ഇതുവരെ ടൈറ്റിൽ ജയിച്ചിട്ടില്ലല്ലോ. ഫേവറിംഗ് ആയിരുന്നു അവസാനത്തെ കളി വരെ. അവസാനം അവർ കണ്ടത് ഇതാണ്. ശരിയടാ. എടാ മെസ്സിയുടെ ഒരു കോൺട്രവേഴ്സി ഇപ്പൊ അടുത്ത് നടന്നു. നമുക്ക് അത് കൂടി ഡിസ്കസ് ചെയ്തിട്ട് സ്റ്റോപ്പ് ചെയ്യാം. ലൈക്ക് ഹോങ്കോങ് ടൂറില് പ്രീ സീസൺ ഗെയിമില് പുള്ളി കളിച്ചില്ല എന്നോ, ബെഞ്ചിൽ ഇരുന്നിട്ട് കളിച്ചില്ല, ഹോങ്കോങ്ങിൽ ഉണ്ടായിരുന്ന ഫാൻസിന് അവരുടെ പൈസ തിരിച്ചു വേണമെന്ന് പറഞ്ഞിട്ട്. നിങ്ങൾ കേട്ടായിരുന്നോ ന്യൂസ്? എന്താണ് എന്തെങ്കിലും പറയണ്ട അതിനെ പറ്റി? ഇത്രയും ആൾക്കാർ വന്നത് ഒരാളെ കാണാനാ. ഇന്റർമിയാമി പോലുള്ളൊരു ക്ലബ്ബ് ലോകത്തുണ്ടെന്ന് അറിഞ്ഞത് ഈ ഒരു മനുഷ്യൻ കാരണം. എന്നിട്ട് പുള്ളിയെ കാണാൻ വന്നിട്ട് അയ്യോ. നമുക്ക് പക്ഷെ ഇതൊന്നും പുത്തിരിയല്ല, അതുകൊണ്ട് അവരവസ്ഥ മനസ്സിലാക്കാം. കാണാൻ വേണ്ടി അത് പുള്ളിയുടെ പരിക്കാന്ന് വിചാരിക്കാം. ഇത് തോന്നിയ ബെഞ്ചിലുണ്ടായിട്ട് കളിച്ചില്ല എന്നാണ്. ഇഞ്ചറി ഉള്ള ഒരാളെ എന്തിനാണ് ബെഞ്ചിൽ എത്തുന്നത്? അതാണ് എന്റെ സംശയം. ലെഗ് ഇഞ്ചറി ആണ്, ഓക്കെ, അങ്ങനെയാണ് പ്രോഗ്രസ് ചെയ്യുന്ന ആളാണെങ്കിൽ പിന്നെ എന്തിനാ അവനെ ബെഞ്ചിൽ എടുത്തുന്നത്? കളിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ പോരെ. ടിക്കറ്റ്സിന് വേണ്ടിട്ടടാ, ക്യാഷ് ഉണ്ടാക്കാൻ തന്നെ. അത് മോശം തീരുമാനമായി പോയി. എടാ അന്ന് അൽനാസർ അടിച്ചപ്പോഴേ തൊട്ട് ലെഗിന് പ്രശ്നമായിരിക്കുക പാവം. അത് കണ്ടപ്പോ തന്നെ ആയി ഇഞ്ചുറി. പിന്നെ പേടിയാ. അല്ലടാ ടിന്നു, കളിക്കാൻ തന്നെ പേടിയാ. എന്ത് കേട്ടില്ല? കളിക്കാൻ തന്നെ പേടിയാന്ന്. അന്ന് അൽനാസർ 3 അടിച്ചപ്പോ തന്നെ ലെഗ് ഇഞ്ചുറി ആയിന്ന് ബെഞ്ചിലിരുന്നിട്ട്. അല്ലേ? മുട്ട് കൂട്ടി അടിച്ചിട്ടാണോ? അത് 88 മിനിറ്റിൽ ഇറങ്ങിയിട്ടു, അതോട്ടാ. അപ്പൊ ഇന്നലെ വിസൽ കോബിയായി 90 മിനിറ്റ്സ് കളിച്ചല്ലോ, ഒരു ഗോൾ പോലും ഇല്ലല്ലോ. വിസൽ കോബി ജയിച്ചു. കൊറിയൻ ക്ലബ്ബ്. ഞാൻ സ്റ്റാറ്റ്സ് മാത്രം കണ്ടത്. 5 മണിക്കൊക്കെ നടക്കുന്നുണ്ട്. ഈ കളിയൊന്നും കാണാൻ പറ്റുന്നില്ല. കുറച്ച് സമയം മാറ്റി തന്നിരുന്നത് നന്നായി. വിസൽ കോബിയൊക്കെ ആയി പൊട്ടിയിരിക്കണു, ഒന്നും പറയാല്ല. രക്ഷപ്പെട്ടു. ഉളുപ്പുണ്ടടാ ആർക്ക്? എന്താടാ ഇതൊരു കാര്യം ചെയ്തു, വേറെ ഏതെങ്കിലും ക്ലബ്ബ് പിടിച്ചോ? അങ്ങനെയാണെങ്കിൽ രക്ഷപ്പെട്ടു പോവാ. നേപ്പള്ളി പിടിച്ചോ? ബെസ്റ്റ് പ്ലെയർ കിട്ടുക, വെറുതെ കുറെ അവാർഡുകൾ കിട്ടുക.
എടാ ഈ സീസണിൽ ഓസ്കാർ അവാർഡ് മെസ്സിക്കാന്ന് പറയണ. മെസ്സി പറയുന്നൊന്നുമില്ലല്ലോ എനക്ക് തരണത്. ഓസ്കാർ അവാർഡ് ഇതൊക്കെ മെസ്സിക്കാന്ന് പറയണ. ഇലുമിനാന്റിയാണ്. കൊള്ളാം. എന്തായാലും അതങ്ങനെ അത്തരം ഒരു കാര്യങ്ങളാണ് ഈ എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഞാനൊക്കെ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് എൻഡ് ചെയ്യാം. ലിവർപൂൾ ഇല്ല, വേഴ്സസ് എല്ലാം അർസണലിനെ പറഞ്ഞല്ലോ. കുറിച്ച് എന്തെങ്കിലും പറയണോടാ? അത് പറഞ്ഞായിരുന്നു. എങ്ങനെയുണ്ടെന്ന് കളി കണ്ടില്ലല്ലോ. എന്നടാ പറയാനുള്ള അതില് പറഞ്ഞ ഇത് പോലെ മാത്രം എന്തോ പറയാനുള്ളേ? ആർസണൽ സിറ്റിക്ക് ഒരു ആർസണലിന്റെ മിക്കലാറ്റ സിറ്റിയുടെ ബോയ് ഫ്രണ്ടായ പെപ് ഗാർഡിയോളൊക്കെ ഒരു ഹെൽപ്പ് ചെയ്ത് കൊടുത്തു, അത്രേ ഉള്ളൂ. അതിലിപ്പോ ഇനി പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ലിവർപൂൾ ആയിരുന്നു. ചെൽസിനെ പറ്റി പറഞ്ഞല്ലോ, ലിവർപൂൾ വാസ് ഷിറ്റ്. ലിവർപൂൾ ഷിറ്റ്, ആ കളി ഷിറ്റായി കളിച്ചെന്ന് ഞാനോ അംഗീകരിച്ചിരുന്നു. പക്ഷെ എനിക്കും അറിയാം അടുത്ത കളി പുള്ളിയുടെ ഷിറ്റ് ആയിരിക്കില്ല എന്ന്. അതാണ് ലിവർപൂളും ചെൽസിയും കളി ബേൺലി ആണല്ലോ. പക്ഷെ ആ ഒരു ഗ്യാരണ്ടി എനിക്ക് പറയാൻ പറ്റില്ല. കോൺഫിഡൻസിലാ. ബേൺലി ആണെങ്കിലും കീഴ്ലി ആണെങ്കിലും നമുക്ക് പറയാൻ പറ്റും. സബ്സ്റ്റിറ്റ്യൂഷൻസ് എനിക്ക് ഒന്നും മനസ്സിലായിട്ടില്ല ആ കളിയില്. ഒരു തേങ്ങ മനസ്സിലായിട്ടില്ല. എന്തെങ്കിലൊക്കെ കാണിക്കും. അലക്സാണ്ടർ അർണോൾഡ് എന്തെങ്കിലുമൊക്കെ കാണിക്കും. ഒരു ലോങ് ബോളൊക്കെ കൊടുക്കൂ. അതൊന്നും വേണ്ട, അർണോൾഡിനെ കയറ്റി. ഒരു ഐഡിയ ഇല്ല. ഗോമസിനെ കയറ്റി. അർണോൾഡിനെ കയറ്റിയത് എന്താ അറിയോ? അർണോൾഡിന് ഫിറ്റ്നസ് ഇല്ല എന്ന് പറയുന്നത് ഇപ്പോഴും. മറ്റേ ചങ്ങായി പിന്നെ കളിച്ചില്ലല്ലോ, ബ്രാഡ്ലി. അത് നന്നായി, അല്ലെങ്കിൽ അവനും ചീത്തപ്പേരായനെ. എടാ അവൻ കളി ചിലപ്പോ മാറ്റി. ഡിഫൻസീവ്ലി ഭയങ്കര ചിലപ്പോ കളി കുറച്ചും കൂടി എന്തെങ്കിലുമൊക്കെ ആയേനെ. ആക്ച്വലി ഡിഫൻസീവ്ലി അടിപൊളിയായിരുന്നു. മാർട്ടിനെല്ലി, അലിസണൊക്കെ ഞങ്ങള് കുറെ മണ്ടത്തരം കാണിച്ചാടാ. ആ ആലിസന്റെ മിസ്റ്റേക്കിലാണ് കളി പോയത്. അല്ലെങ്കിൽ ആലിസന്റെ അല്ല, വെർജിൽ വാൻഡൈക്കിന്റെ മിസ്റ്റേക്ക് ആണ്. അതിലാണ് കളി പോയത്. അല്ലെങ്കിൽ പിന്നെ വാൻഡൈക്കിന്റെ മിസ്റ്റേക്ക് അല്ലടാ അത്. ആലിസൺ അത്ര കയറി വരേണ്ടതായിരുന്നില്ല. വാൻഡൈക്ക് അത്ര ഞാൻ പറയട്ടെ, എടാ വാൻഡേക്ക് കവർ ചെയ്ത് എന്തിനെന്നറിയോ? ആലിസണ് വേണ്ടി ബോൾ എടുക്കാൻ. പക്ഷെ ആദ്യമേ വാൻഡേക്കിനെ അടിച്ച് കളഞ്ഞാൽ മതിയായിരുന്നു ബോള്. പക്ഷെ അവന് ബോക്സിൽ നിന്നിട്ട് എടുത്താൽ മതിയായിരുന്നു. കവർ ചെയ്ത് നിക്കുന്നല്ലേ, ബോക്സിന്റെ അടുത്ത് എത്തിയതല്ലേ. പിന്നെ രണ്ടാമത്തെ മിസ്റ്റേക്കോ, ഇവൻ കിക്ക് ചെയ്യാൻ നോക്കിയപ്പോ അവന്റെ കാലമ തട്ടിയ. ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? രണ്ടാമത്തെ ഗോളോ, സെക്കൻഡ് ഗോള് ട്രൊസാർഡിന്റെ. എടാ അത് ഡ്രില്ല് ചെയ്യുമ്പോ താഴത്തു കൂടെ പോകും. എടാ കോട്ടുവാട ഒരു കളിയിൽ 2 വട്ടം അതുപോലെ അടിച്ച് കയറ്റിയിട്ടുണ്ട് മെസ്സി. എന്ന് വെച്ച് കോട്ടോ മോശം കീപ്പറായിട്ടാ. എടാ ചില സമയത്ത് കീപ്പിങ്ങിന്റെ അത് അങ്ങനെ സംഭവിക്കുന്നതാണ്. പക്ഷെ അതെനിക്ക് തോന്നുന്നു വാൻഡേക്ക് അത്ര നന്നായി ഡിഫെൻഡ് ചെയ്തില്ല എന്നാ. പക്ഷെ അവന് പറഞ്ഞിട്ട് കാര്യമില്ല, റെഡ് കാർഡ് കിട്ടി, എല്ലാരും പോയി. പിന്നെ ഇന്നവിറ്റബിൾ ആയിരുന്നു. അത് എനിക്ക് റെഡ് കാർഡ് വൃത്തിയായിട്ടൊന്നും തോന്നിയിട്ടില്ല കേട്ടോ. അത് രണ്ടാമത്തെ യെല്ലോ കാർഡ് കൊടുത്തത് ജസ്റ്റ് ജെന്റിൽ പുഷാണ്. അതിനെങ്ങനെ യെല്ലോ കാർഡ് കൊടുക്കണം? ഉണ്ടായില്ലല്ലോ, അതിന്റെ ബാക്കിൽ വേറെ ഡിഫൻസീവ് ലൈൻ ഉണ്ടായിരുന്നു. നീ അത് വിട്. നല്ല ത്രട്ടണിങ് കണ്ടീഷൻ ആയിരുന്നു ആക്ച്വലി. ബാക്കിൽ സ്വീപ്പ് ചെയ്യാൻ വാൻഡൈക്ക് ഉണ്ടായിരുന്നു. പിന്നെ എന്തിനാണ് അവന് യെല്ലോ കാർഡ് കൊടുക്കുന്നത്? ലാസ്റ്റ് ഡിഫൻസിൽ അവനൊന്നല്ല അവൻ. ഇവനോടാണോ ഞാൻ അത്ലറ്റിക്കോന്റെ ക്ലിപ്പ് കാണാൻ അല്ലല്ല, അത് കാർഡ് വൃത്തി ഒന്നല്ല, ജസ്റ്റ് ജെന്റിൽ പുഷാണ്. അത് വേണമെങ്കിൽ മാർട്ടിനെല്ലിക്ക് ഓസ്കാർ അവാർഡ് കൊടുക്കാം, വേറെ ഒന്നും കൊടുക്കാൻ പറ്റില്ല. എടാ അറ്റാക്കിംഗ് പൊസിഷൻ കാരണമാണ് യെല്ലോ കൊടുത്തത്. അത്രയും അറ്റാക്കിംഗ് പൊസിഷൻ അവസാനത്തെ ലാസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസ് ആണെങ്കിൽ നീ പറയണതിന് ഒരു രസമുണ്ട്. ബട്ട് അതിന്റെ ബാക്കിൽ വാൻഡേക്ക് വേറെ പ്ലേയേഴ്സ് അവിടെ നിന്ന് റൺ ചെയ്യുന്നില്ല ആർസണലിന്റെ. ലാസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസ് ആണെങ്കിൽ ചിലപ്പോ ഡയറക്റ്റ് റെഡ് ആണ്, ഇത് യെല്ലോ. അത്ര വ്യത്യാസമുള്ളൂ. എനിക്ക് തോന്നുന്നില്ല അത് യെല്ലോ കാർഡാണ്. പിന്നെ ഒരു പെനാൽറ്റി ഉണ്ടായിരുന്നല്ലോ ബോക്സിൽ. പറഞ്ഞല്ലേ, നമുക്ക് വേണമെങ്കിൽ മാർട്ടിനെലിന്റെ അഭിനയത്തിന് കൊടുക്കാം. ചെറിയൊരു തൊടലിന് തന്നെ ഇങ്ങനെ പറന്നു വീഴുന്നത്. അത് ഫൗൾ ആയിരുന്നു ആക്ച്വലി. എന്നിട്ടും നിങ്ങൾക്ക് പിന്നെ അവര് ജയിച്ചു, അതുകൊണ്ട് തന്നെ ഫോട്ടോന്ന് വെക്കാം. പക്ഷെ അതെനിക്ക് അത്ര ഫൗളായിട്ട് തോന്നിയില്ലട്ടാ. എടാ കാല് വെച്ചല്ലോ, ബോളിലല്ല. എന്തായാലും ഇനിയിപ്പോ ടൈറ്റിൽ ആരാ അടിക്കാൻ പോകുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലായി. സിറ്റി അല്ലേ? അതിന്റെ ആദ്യമേ പറഞ്ഞാണല്ലോ. സിറ്റി എന്ന് പറയുമ്പോ ഒരുത്തന തിളങ്ങി നോക്കുമ്പോ എവിടെ നോന്നാ എന്താ മോനെ. ഇനി ലാലിഗയിലെ പാസ് വരുമ്പോ ഇരുന്നായിരിക്കും പൊന്തി വരണം എല്ലാരും.
ഈ അടുത്തൊന്നും വരില്ല പക്ഷെ ഫെറൻ ടോറസിന്റെ ഷർട്ടൊക്കെ ഇട്ടിട്ട് വരുന്നു. പെട്ടെന്ന് ഒരു ദിവസം ഫെറൻ ടോറസ് ഫാൻ ആണെന്നൊക്കെ. നീ ഒരു മഴവില് ജേഴ്സി മേടിച്ചു വെച്ചോ, അത് നല്ലത്. എന്റെ കയ്യിൽ എല്ലാ ജേഴ്സിയും ഉണ്ടാ. മാറ്റി മാറ്റി ഇടാം. PSG ഉണ്ട്, ലിവർപൂൾ ഉണ്ട്, സിറ്റി ഉണ്ട്, ബാർസയുണ്ട്, ജുവന്റസ് ഉണ്ട്. ഇതെന്താണ് മഴവില്ലോ? അപ്പൊ അത്രയൊക്കെ തന്നെ ഇപ്പൊ ആകെ ഒരാളേ ഉള്ളൂ, നോക്കിക്കോ. നിന്റെ റയൽ മാഡ്രിഡിന്റെ മാത്രമേ ഉണ്ടാവും, എനിക്കറിയാം. അതിപ്പോ ലാലിഗന്ന് പുറത്തായി കഴിഞ്ഞാല് പൂട്ടിയിട്ടാണ് വെച്ചോ ഷെൽഫിൽ തന്നെ. എങ്ങനെ ലാലിഗന്ന് ലാലിഗന്ന് ബാൻ കിട്ടിക്കഴിഞ്ഞാൽ അയ്യോ ഇനി എങ്ങാനും കിട്ടുമോ? നോക്കിയിരുന്നോ, ഇപ്പൊ കിട്ടും. 5 വർഷമായി. അടെ നിങ്ങളെ എംബാപ്പന്റെ പയ്യന്നെ വിടുത്തില്ലല്ലോടാ, ഇടക്കിടക്കേ ഇപ്പൂ പയ്യന്റെ പയ്യല്ല, എംബാപ്പ എന്നെ പറഞ്ഞു എനിക്ക് റിയൽ മാഡ്രിഡ് പോയാ മതി, ഇത് വേറെ ഒന്നും എനിക്ക് വേണ്ടാന്ന്. ായിട്ട് റയൽ മാഡ്രിഡ് ഒന്നും അല്ലാണോ ഇങ്ങനെ കരകര ആക്കുന്നുണ്ട്. ഇത്രയും നാണക്കേട് റിയൽ മാഡ്രിഡ് വേറെ എന്താ ഉള്ളത്? ഇത്രയും നാണക്കേട് റിയൽ മാഡ്രിഡ് വേറെ എന്താ? എത്ര വട്ടം റിജക്ട് ചെയ്ത് എന്നിട്ട് പിന്നെയും ചെന്ന് ഇറക്കണ ക്ലബ്. എടാ ഞങ്ങക്ക് എംബാപ്പിനെ ഒന്നും വേണ്ട, പക്ഷെ ഇരിക്കട്ടെ എന്ന് വെച്ചു. വരുമ്പോ ഇതന്നെ പറയണേ, നിനക്ക് വേണ്ട, ഫെബ്രുവരി നിനക്ക് വേണ്ട, ഞങ്ങൾക്കല്ല, നിനക്ക് വേണ്ട, ക്ലബിന് വേണം. എടാ അല്ലെങ്കിൽ പിന്നെ വേജ് കട്ടും സമ്മതിച്ചിട്ട് വരുവോ? എംബാപ്പയ്ക്ക് വേണ്ടെന്നില്ലെങ്കിൽ ഓൾറെഡി പറഞ്ഞല്ലോ റയൽ മാഡ്രിഡ് കഴിഞ്ഞ കൊല്ലത്തെ ഇത് ഡിക്ലൈൻ ചെയ്തോണ്ട്. അല്ലെങ്കിൽ വരണ്ട, ഞങ്ങൾക്കിപ്പോ അങ്ങനെ പ്രശ്നമൊന്നുമില്ല. എംബാപ്പ അല്ലെങ്കിൽ ഹാളൻഡ് വരും, പിന്നല്ല ഹാളൻഡ് വരുവോ? നോക്കിയിരുന്നോ ഇപ്പൊ റയൽ മാഡ്രിഡിനെ പൊട്ടിച്ച് ഇതൊക്കെ ഹാളൻഡ് വരുവാടാ. ഗാർഡിയോള പോകുന്നില്ല ഹാളൻഡ്. അറ്റ്ലീസ്റ്റ് ഗാർഡിയോള മാറുമ്പോൾ ചിലപ്പോ ഹാളൻഡ് വിടുമായിരിക്കും, അതുവരെ എനിക്ക് തോന്നുന്നില്ല. ഗാർഡിയോളൊക്കെ ഫ്രോഡാണെന്ന് തെളിയും, മാൻ സിറ്റി മുങ്ങും, ഹാളൻഡ് വരും, നോക്കിക്കോ, എഴുതി വെച്ചോ. ഇത് 115 FFP ചാർജിൽ മുങ്ങും സിറ്റി. എടാ അതിന് ഹാളൻഡ് പോയി കഴിഞ്ഞാലും സിറ്റിക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. ആക്ച്വലി ആൽവാർസൊക്കെ ആ പൊസിഷനിൽ നൈസായിട്ട് കളിക്കുന്നുണ്ട്. അവനൊരു ആഗ്രഹം പറഞ്ഞെന്ന് പറഞ്ഞിട്ട് നീയൊക്കെ എന്തിനാണ് അത് സീരിയസ് ആയിട്ട് എടുക്കണേ? ശരി, എടാ എന്റെ ഇതാലോ. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ ഗൈസ് ഈ എപ്പിസോഡിൽ. ബാക്കി നമുക്ക് അടുത്ത കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ വരാം. താങ്ക് യു സോ മച്ച് ഫോർ ട്യൂണിംഗ് ഇൻ ടു ദി കാലിപ്പോസ് ടോക്ക് ആൻഡ് സീ യു സൂൺ ഇൻ ദ നെക്സ്റ്റ് എപ്പിസോഡ്. ബൈ. സുലായി.